സുഹൃത്തുക്കളെ, നമ്മൾ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ശരീഅത്തും ഏകീകൃത സിവിൽ കോഡും എന്ന വിഷയത്തിലുള്ള ഒരു ചർച്ചയാണ്. ഇത് നമ്മുടെ ഭരണഘടന നിലവിൽ വന്ന കാലം തൊട്ട് ഇന്ത്യ രാജ്യത്ത് ഇതുവരെ ചർച്ച ചെയ്തു വരുന്ന ഒരു വിഷയമാണ്. ഭരണഘടനയിൽ അതിൻ്റെ നിർദ്ദേശക തത്വങ്ങളിൽ ആഡ് ചെയ്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളതെങ്കിലും വളരെ അനിവാര്യമായ ആവശ്യമായ ഒരു കാര്യമാണ് ഇത് എന്ന് അന്ന് തന്നെ ഭരണഘടനാ നിർമ്മാതാക്കളുടെ അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് ചർച്ചയ്ക്ക് വരുന്നത് പലപ്പോഴും എന്തെങ്കിലും ചില കോടതി ഉത്തരവുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കേസുകളോ ഉണ്ടാകുമ്പോഴാണ്. കഴിഞ്ഞ 80കളിൽ ഷാബാനു ബീഗം കേസിനോടനുബന്ധിച്ച് പൊതു സിവിൽ കോഡിൻ്റെ ആവശ്യകതയെ സുപ്രീം കോടതി ജഡ്ജിമാർ പറഞ്ഞു. അന്ന് അത് സംബന്ധിച്ച് വലിയ ചർച്ചകളൊക്കെ നാട്ടിൽ നടക്കുകയുണ്ടായി. അതിനെ അനുകൂലിച്ചുകൊണ്ട് EMS നമ്പൂതിരിപ്പാട് ശരീഅത്തിലെ ദോഷങ്ങളെ സൂചിപ്പിച്ച് ചില പ്രസ്താവനകൾ പുറപ്പെടുവിച്ചു. അതോടുകൂടി അത് എതിർ രാഷ്ട്രീയക്കാരും മറ്റും വലിയ വിധത്തിൽ ചർച്ചയ്ക്ക് ഇട നൽകി. പിന്നെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മുത്തലാഖ് സംബന്ധിച്ചൊരു കേസ് സുപ്രീം കോടതിയിൽ വന്നിട്ട് ആ കേസിനോടനുബന്ധിച്ച് സുപ്രീം കോടതി ജഡ്ജിമാർ പറഞ്ഞു ഇതൊക്കെ ഒരു പൊതു സിവിൽ കോഡിൻ്റെ അഭാവം കൊണ്ടുണ്ടാവുന്ന പ്രശ്നമാണ്, രാജ്യം പൊതു സിവിൽ കോഡിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്ന്. അതോടുകൂടി കേന്ദ്ര ഗവൺമെൻറ് പൊതു സിവിൽ കോഡിന് ആവശ്യമായ 17 ചോദ്യങ്ങളടങ്ങിയ ഒരു ചോദ്യാവലി പ്രസിദ്ധീകരിക്കുകയുണ്ടായി. കഴിഞ്ഞ 2 മാസം മുമ്പ് ആ ചോദ്യാവലി നമ്മുടെ പല ആളുകളുടെയും ശ്രദ്ധയിൽ വരികയും പലരും അനുകൂലമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി അയക്കുകയും ചെയ്തു. കോടിക്കണക്കിൽ ഒപ്പ് ശേഖരിച്ച് വിരുദ്ധന്മാരും പ്രസിഡന്റിനെ കാണുകയും പ്രതിഷേധം അറിയിക്കുകയും ഒക്കെ ചെയ്തു. ഇങ്ങനെയൊക്കെ ആണ് ഈ പൊതു സിവിൽ കോഡിൻ്റെ കാര്യം നിൽക്കുന്നത്. എന്താണ് പൊതു സിവിൽ കോഡ്? അത് വന്നാൽ എന്താണ് ഗുണം, വന്നില്ലെങ്കിൽ എന്താണ് ദോഷം? ഇതാണ് നമ്മളേവരും അറിഞ്ഞിരിക്കേണ്ടതും മനസ്സിലാക്കിയിരിക്കേണ്ടതുമായ കാര്യം. പൊതു സിവിൽ കോഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഇന്ന് പൊതു സിവിൽ കോഡിൻ്റെ ഒരു ആവശ്യം വളരെ ഇല്ല. അവരുടെ പ്രശ്നങ്ങൾ ഈ പൊതു സിവിൽ കോഡ് കൊണ്ട് നേരിടാനുള്ള, പൊതു സിവിൽ കോഡ് കൊണ്ട് പരിഹരിക്കാനുള്ള പ്രശ്നങ്ങൾ നിലവിൽ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. മുസ്ലിങ്ങളെ സംബന്ധിച്ചാണ് ഇത് വളരെ ആവശ്യമായി വരുന്നത്. എന്ന് പറഞ്ഞാൽ ഇതൊരു മുസ്ലിം പ്രശ്നമായി കിടക്കുകയാണ്. മുസ്ലിങ്ങളുടെ വിവാഹം, വിവാഹമോചനം, പിന്തുടർച്ചാവകാശം, പ്രധാനമായി ഈ 3 കാര്യങ്ങൾ. ഈ 3 കാര്യങ്ങളിൽ അവരുടെ സ്ത്രീകൾ നേരിടുന്ന പ്രയാസങ്ങളാണ് ഇതിൻ്റെ മുഖ്യ വിഷയം. വിവാഹം, വിവാഹമോചനം, പിന്തുടർച്ചാവകാശം. ഈ വിവാഹത്തിൻ്റെ കാര്യത്തിൽ ഒരു മുസ്ലിം പുരുഷന് ഒരേ അവസരത്തിൽ 4 ഭാര്യമാരെ വെച്ചിരിക്കാനുള്ള അവകാശം ശരീഅത്ത് നിയമം അവർക്ക് നൽകുന്നുണ്ട്. അത് മുസ്ലിം സ്ത്രീകളിൽ, മുസ്ലിം കുടുംബങ്ങളിൽ വളരെ അരാജകത്വവും ആശാസ്യകരമല്ലാത്ത പല കാര്യങ്ങളും ഉണ്ടാക്കി തീർക്കുന്നുണ്ട്. അത് ഇത് മുഖേന പരിഹരിക്കപ്പെടേണ്ടതിരിക്കുന്നു. ഈ ബഹുഭാര്യത്വം പോലെ തന്നെ
4 ഭാര്യമാരെ വെച്ചിരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലെ തന്നെ ഈ ഭാര്യമാരിൽ ആരെ വേണമെങ്കിലും ഏതവസരത്തിലും മൊഴി ചൊല്ലി ഒഴിവാക്കുവാനുള്ള സ്വാതന്ത്ര്യവും ഈ നിയമം അവർക്ക് നൽകുന്നുണ്ട്. അതിന് ഒരു പ്രത്യേകിച്ച് രേഖ തയ്യാറാക്കേണ്ടതില്ല. വിവാഹമോചനത്തിന് പ്രത്യേകം കാരണങ്ങളുണ്ടാവേണ്ട, യഥേഷ്ടം പുരുഷന് ചെയ്യാവുന്ന ഒരു കാര്യമായി അത് നിലനിൽക്കുകയാണ്. പിന്നെ പിന്തുടർച്ചാവകാശം എന്ന് പറഞ്ഞാൽ അതും അങ്ങനെ തന്നെ. സ്ത്രീ വിഭാഗത്തിന് ഒരുപാട് അവസരങ്ങളിൽ സ്വത്ത് തീരെയില്ല. പിന്നെ സ്വത്ത് കൊടുക്കുമ്പോൾ തന്നെ അവർക്ക് പകുതി അവകാശമാണ് കൊടുക്കുന്നത്. പലപ്പോഴും അവർക്ക് തീരെ സ്വത്തില്ല, സ്വത്തവകാശമേ ഇല്ല. സ്വത്ത് അവർക്ക് കൊടുക്കുമ്പോൾ തന്നെ പകുതി അവകാശമാണ് കൊടുക്കുന്നത്. ഇങ്ങനെയുള്ളതാണ് പിന്തുടർച്ചാവകാശത്തിൻ്റെ കാര്യം. ഇവിടെ മുത്തലാഖ് എന്ന മുതൽക്ക് ഞാൻ വിശദീകരിക്കാൻ തുടങ്ങാം. മുത്തലാഖ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതെങ്ങനെ വന്നു എന്നൊക്കെയാണ് നമുക്കറിയാനുള്ളത്. ഒരു മുസ്ലിം പുരുഷൻ വിവാഹം കഴിച്ചാൽ ആ സ്ത്രീയെ വിവാഹമോചനം നടത്തുകയും വിവാഹമോചനത്തിൻ്റെ സാഹചര്യങ്ങൾ ഉണ്ടായാൽ വിവാഹമോചനം നടത്തുകയും ആ വിവാഹമോചനം നടത്തിയത് ശരിയല്ല എന്ന് തോന്നി അയാൾക്ക് വീണ്ടും ആ സ്ത്രീയെ വിവാഹബന്ധത്തിലേക്ക് കൊണ്ടുവരാൻ അവസരം ഉണ്ടാവുകയും ചെയ്താൽ അയാൾക്ക് ഇത് ചെയ്യാം. പിന്നെ വീണ്ടും അയാൾക്ക് അസ്വാരസ്യമുണ്ടാവുകയും വിവാഹമോചനം നടത്തുക തന്നെ വേണമെന്ന് തോന്നിയാൽ പിന്നെയും വിവാഹമോചനം നടത്തുകയും ചെയ്യാം. അതിനുശേഷവും പിന്നെയും പ്രശ്നങ്ങളുണ്ടായി, പിന്നെയും വിവാഹമോചനം നടത്താം. അതായത് ഒരു പ്രാവശ്യം മൊഴി ചൊല്ലി വിവാഹബന്ധം ഏർപ്പെട്ടു, അതിനുശേഷം സ്വാഭാവിക രീതിയിൽ അയാൾക്ക് തോന്നുകയാണ് തിരിച്ചെടുക്കണമെന്ന്. അങ്ങനെ ആവുന്ന അവസരത്തിൽ വിവാഹബന്ധത്തിലേക്ക് വീണ്ടും കൊണ്ടുവരാം. അത് പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ഒന്നും കൂടി ഒഴിവാക്കാം, പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ വീണ്ടും തിരിച്ചെടുക്കാം. ഇങ്ങനെ 3 പ്രാവശ്യം ചെയ്യാനുള്ള അവസരം ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. 2-ാം അധ്യായത്തിൽ 229, 230 വാക്കുകളിൽ അത് ഖുർആനിലുണ്ട്. അത്തലാഖു മറത്താനി ഇംസാക്കും ബി മഅറൂഫിൻ ഔ തസ്രീഹും ബി ഇഹ്സാൻ. തലാഖ് 2 പ്രാവശ്യമാണ്. 2 പ്രാവശ്യം തലാഖ് ചൊല്ലിയിട്ട് പിന്നെ തലാഖ് ചൊല്ലിയാൽ പിന്നെ വീണ്ടും മടക്കിയെടുക്കണമെങ്കിൽ ഒരാൾ ആ സ്ത്രീയെ കല്യാണം കഴിച്ച് അയാൾ സ്വാഭാവികമായി വിവാഹമോചനം നടത്തിക്കഴിഞ്ഞാൽ മാത്രമേ ആദ്യ പുരുഷന് വിവാഹം നടത്താൻ പാടുള്ളൂ, ഈ സ്ത്രീയെ വിവാഹം ചെയ്യാൻ പാടുള്ളൂ. ഇതാണ് 3 തലാഖ്. 3 തലാഖ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് 3 വിവാഹം ഉണ്ടാവണം. 3 വിവാഹം ഇല്ലെങ്കിൽ പിന്നെ 3 തലാഖുമില്ല. വിവാഹം ഉണ്ടെങ്കിലല്ലേ വിവാഹമോചനമുള്ളൂ. തലാഖ് എന്ന് പറഞ്ഞാൽ വിവാഹമോചനം എന്നാണ് അർത്ഥം. വിവാഹം ഇല്ലെങ്കിൽ പിന്നെ വിവാഹമോചനത്തിൻ്റെ പ്രശ്നമില്ല. അതിന് പകരം ഇതാണ് അതിൻ്റെ ശരിയായ രീതി. എന്തെങ്കിലും കാരണവശാൽ ഒഴിവാക്കി, പിന്നെ തിരിച്ചെടുത്തു, പിന്നെയും കാരണവശാൽ ഒഴിവാക്കി, പിന്നെയും തിരിച്ചെടുത്തു. അങ്ങനെ വരുന്ന 3 പ്രാവശ്യമുള്ള തലാഖാണ് 3 തലാഖ്. ഈ 3 തലാഖും കൂടിയും ചില ആളുകൾ ദേഷ്യം പിടിച്ചിട്ട് ഈ തലാഖ് ഞാൻ ഒന്നായിട്ടങ്ങ് ചൊല്ലി എന്ന് പറയാം, മടക്കിയെടുക്കുന്നില്ല. ആദ്യത്തെ വിവാഹമോചനത്തിൽ തന്നെ ഞാൻ മുത്തലാഖും ചൊല്ലി, 3 തലാഖും ചൊല്ലി. അത് മുത്തലാഖ് എന്നുള്ള പ്രയോഗം വന്നത് പരിഹസിച്ച് പറഞ്ഞതാ. ഇങ്ങനെ 3 അവസരങ്ങളിലായി ചെയ്യേണ്ടതൊക്കെ തന്നെ ഇയാൾ ദേഷ്യം വന്ന ഭർത്താവ് ഞാൻ ഒന്നായിട്ട് ചൊല്ലിയിരിക്കുന്നു എന്ന് പറയുമ്പോഴാണ് മുത്തലാഖാവുന്നത്. ഈ മുത്തലാഖ് 3 തലാഖിൻ്റെ ഫലത്തിലാണെങ്കിൽ ഈ വിവാഹമോചനം നടത്തിയ പുരുഷന് ഈ സ്ത്രീയെ തിരിച്ചെടുക്കണമെങ്കിൽ ഈ സ്ത്രീയെ വേറൊരാൾ കല്യാണം കഴിച്ച് ഒഴിവാക്കിയിരിക്കണം. അതാണ് ഇതിൽ ഉൾക്കൊള്ളുന്ന പ്രശ്നം. സ്വാഭാവിക രീതിയിൽ 3 പ്രാവശ്യം വിവാഹമോചനം നടത്തിക്കഴിഞ്ഞാൽ പിന്നെ അവളെ മടക്കിയെടുക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഒരാൾ കല്യാണം കഴിച്ചാൽ
വേറൊരാൾ കല്യാണം കഴിച്ചാൽ മാത്രമേ മടക്കിയെടുക്കാവൂ എന്ന് പറയുന്നത്. അല്ലാതെ ഒറ്റയടിക്ക് മുത്തലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ അതിന് 3ന്റെ നിയമം ബാധകമാക്കണോ? നേരത്തെ പറഞ്ഞതുപോലെയല്ല, വിവാഹം കഴിച്ചു, ഒഴിവാക്കി, പിന്നെ തിരിച്ചെടുത്തു, പിന്നെ സാഹചര്യത്തിന് ഒഴിവാക്കി, ഇങ്ങനെ 3 പ്രാവശ്യമായി ചെയ്യുന്നത് ഒറ്റ പ്രാവശ്യം ആദ്യത്തെ വിവാഹമോചനത്തിൽ തന്നെ അയാൾ ഞാൻ 3 തലാഖും ചൊല്ലി എന്ന് പറഞ്ഞാൽ അതിനാണ് മുത്തലാഖ് എന്ന് പറയുന്നത്. ഇതെങ്ങനെ പരിഗണിക്കണമെന്നാണ് സുപ്രീം കോടതിയിൽ ഇപ്പം നിലനിൽക്കുന്ന കേസ്. ഇത് 3 തലാഖായിട്ട് പരിഗണിക്കണമോ? അതായത് വേറൊരാൾ കല്യാണം കഴിച്ചതിന് ശേഷം മാത്രം ഇയാൾക്ക് ഈ സ്ത്രീയെ തിരിച്ചെടുക്കാവൂ എന്ന രീതിയിലാക്കണമോ? അല്ല ഇത് ഒറ്റ തലാഖായിട്ടേ പാടുള്ളൂ? ഇതിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പല രീതിയിലും നബിയുടെ കാലത്തും അതിന് ശേഷവും തന്നെ ഉണ്ടായിട്ടുണ്ട്. ഖുർആനിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: 3 തവണകളായി ചെല്ലുക എന്നുള്ളതാണ്. ഈ 3 തവണകളായി ചെല്ലുക എന്ന് പറഞ്ഞാൽ ആ തവണകൾ 3 അതിൻ്റെ യഥാവിധി സംഭവിച്ചിരിക്കണം, തിരിച്ചെടുത്തിരിക്കണം. തിരിച്ചെടുക്കാതെ ഒറ്റയടിക്ക് 3 എന്ന് പറയുന്ന ആ 3-നൊരു വിലയില്ല എന്നുള്ള അർത്ഥത്തിലാണ് ഖുർആനിൽ പറഞ്ഞത്. പക്ഷേ നബിയുടെ കാലത്ത് ഇങ്ങനെ ചില സംഭവം ഉണ്ടായി. അഖ്റജൽ ബൈഹഖി ബിസനദിഹി അന്നഹു തല്ലഖ ഹഫ്സ ബിൻ അംറിൻ ഫാത്തിമത ബിൻത് ഖൈസിൻ ബികലിമത്തിൻ വാഹിദത്തിൻ സലാസൻ ലൻ യബ്ലഗ്ന അന്ന നബിയ ആബദാലിക അലൈഹി വതല്ലഖ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഇംറഅതഹു സലാസൻ ഫലം യഇബ് ദാലിക അലൈഹി അഹദുൻ. ഹഫ്സ ബിൻ അംർ എന്ന് പറഞ്ഞ ആള് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഫാത്തിമയെ ഒറ്റയടിക്ക് 3 തലാഖും ചൊല്ലി. 3 പ്രാവശ്യമായി ചൊല്ലേണ്ടുന്നത് ആ സന്ദർഭങ്ങളൊന്നും നോക്കാതെ ഒറ്റയടിക്ക് തന്നെ അയാൾ 3 തലാഖും ചൊല്ലി. ലം യബ്ലഗ്ന അന്ന നബിയ ആബഹൂദാലിക, നബി അതിന് കുറ്റം പറഞ്ഞതായി നമ്മളാരും കേട്ടിട്ടില്ല. അപ്പോഴോ ഈ മുത്തലാഖിന് നിയമസാധുത്വം വന്നു. അതാണ് അതിൻ്റെ പ്രശ്നം. അത് ഒരു ഭാഗത്ത് പറയുമ്പോൾ ഈ പരസ്പര വിരുദ്ധമായ പ്രമാണങ്ങളാണ് ഇവരുടെ ആകെ ഒരു ആയുധമായി നിൽക്കുന്നത്. ഇപ്പോൾ ഈ മുത്തലാഖ് സാധുവാണെന്ന് പറയുന്നവർ നബിയുടെ ഈ വചനം ഉദ്ധരിക്കും: അന്നൻ നബിയ ലം യബ്ലഗ്ന അന്നൻ നബിയ ആബദാലിക അലൈഹി, നബി അതിനൊരു കുറ്റവും പറഞ്ഞിട്ടില്ല. 3 പ്രാവശ്യമായി വിവാഹമോചനം നടത്തേണ്ടത് ഒറ്റ പ്രാവശ്യമായി വിവാഹമോചനം നടത്തിയപ്പോൾ നബി അതിനൊരു കുറ്റവും പറഞ്ഞിട്ടില്ലെങ്കിൽ അതിന് മതത്തിൻ്റെ അംഗീകാരമുണ്ടെന്നാണ് അർത്ഥം. പിന്നെ ഇതിന് വ്യത്യസ്തമായ പ്രമാണങ്ങൾ മറ്റും വേറെയുമുണ്ട്. നബിയുടെ കാലത്തും അബൂബക്കറിൻ്റെ കാലത്തും, നബിയുടെ ജീവിതകാലത്തും അബൂബക്കർ ഖലീഫയായി ഭരണം നടത്തുമ്പോഴും ഉമറിൻ്റെ ഭരണത്തിലെ ആദ്യകാലത്തും 3 തലാഖും പറഞ്ഞാൽ അതൊരൊറ്റ തലാഖ് ആയിരുന്നില്ല. 3 തലാഖും പറഞ്ഞാൽ ഒരു തലാഖ് മാത്രമേ ആയിരുന്നുള്ളൂ. 3 തലാഖ് പറഞ്ഞാൽ അത് തലാഖ് ആയില്ല എന്നൊരു ഭാഗത്ത് പറയുമ്പോൾ 3 തലാഖും ചൊല്ലിയാൽ അത് ഒറ്റ തലാഖായി പരിഗണിക്കാം എന്നുള്ളൊരു അഭിപ്രായവും വന്നു. ഒരാളിങ്ങനെ ദേഷ്യം പിടിച്ച് 3 തലാഖും ചൊല്ലി എന്ന് പറയാം. അപ്പോൾ അത് 3 തലാഖായി പരിഗണിക്കാമെന്നുള്ള പ്രമാണം ഒരു ഭാഗത്ത് കിടക്കുമ്പോൾ തന്നെ അത് ഒറ്റ തലാഖായെ പരിഗണിച്ചുകൂടൂ എന്ന് നബിയുടെ കാലത്തുണ്ടായിരുന്നു എന്നതിനും പ്രമാണമുണ്ട്. അതേ കാന തലാഖുല അഹിദ് റസൂലില്ലാഹി വ അബീ ബക്കറിൻ വ സനത്തൈനി മിൻ ഖിലാഫത്തി ഉമർ തലാഖു സലാസി വാഹിദ ഫഖാല ഉമർ അന്നന്നാസ ഖദ് ഇസ്തഅജലു ഫി അംരിൻ ഖാദ് കാനത് ലഹും അനാത്തുൻ വലൗ അംലൈനാഹു. അപ്പോൾ 3 തലാഖും ചൊല്ലിയാൽ 3 തലാഖും ഒറ്റയടിക്ക് ചൊല്ലിയാൽ അത് ഒറ്റ തലാഖായി മാത്രമാണ് നബിയുടെ കാലത്ത് പരിഗണിച്ചത്. അബൂബക്കർ ഖലീഫയായിരുന്ന കാലത്തും അങ്ങനെയാണ് പരിഗണിച്ചത്. പക്ഷേ ഉമറിൻ്റെ ഭരണത്തിൽ ആദ്യത്തെ 2 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങനെ മുത്തലാഖ് ഒറ്റയടിക്ക് 3 തലാഖ് 3 അവസരങ്ങളിലല്ലാതെ 3 അവസരങ്ങളിൽ സ്വാഭാവികമായി ഉണ്ടായിട്ട് വരുന്ന പ്രക്രിയ ഇല്ലാതെ വെറും വാക്കിൽ ഒറ്റ തലാഖ് പറഞ്ഞാൽ അത് മുത്തലാഖ് പറഞ്ഞാൽ, അതായത് വാക്കിൽ മാത്രം 3 എന്നുള്ള പദം കൂട്ടിയാൽ 3 എന്നുള്ള വേർഡ് കൂട്ടിയാൽ തലാഖ് 1 മാത്രമേ ആകുമായിരുന്നുള്ളൂ നബിയുടെ കാലത്തും അബൂബക്കറിൻ്റെ കാലത്തും ഉമർ ഖലീഫയായിട്ടുള്ള ആദ്യത്തെ 2 വർഷവും. ഇതും ഒരു പ്രമാണമാണ്. അങ്ങനെ 2 കൂട്ടരും ഈ പ്രമാണത്തിൻ്റെ ബലത്തിൽ പറയുമ്പോൾ കേരളത്തിൽ 1921 മുതൽക്കാണ് ഈ പുരോഗമന കക്ഷികൾ എന്ന് പറയുന്ന മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ അഹമ്മദിയ ജമാഅത്ത് തുടങ്ങിയ ആളുകളൊക്കെ വന്നു തുടങ്ങിയത്. അവരൊക്കെ പറയുന്നത് ഈ 3 തലാഖ് എന്ന് പറയുന്നത് 3 അവസരങ്ങളിലല്ലെങ്കിൽ ഈ തലാഖിന് എന്താണ് അർത്ഥം? അതുകൊണ്ട്
തലാക്ക് ഒറ്റയടിക്ക് പറയുന്ന 3 എണ്ണത്തിന് ഒരു വിലയുമില്ല, ഏറെ വന്നാൽ ഒരു തലാക്കായി മാത്രമേ അത് കണക്കൂട്ടാൻ പാടുള്ളൂ എന്നാണ്. അങ്ങനെയുള്ള വാദങ്ങൾ ഇവിടെ ശക്തിയായി വന്നു. പക്ഷേ ഇപ്പം മുത്തലാഖ് വേണമെന്ന്, മുത്തലാഖ് തെറ്റാണ് എന്ന് പറയുമ്പോൾ ഇവരൊക്കെ മുത്തലാഖ് വേണമെന്നാണ് പറയുന്നത്. എല്ലാ പുരോഗമന കക്ഷിക്കാരും, പുറത്തേക്ക് പുരോഗമനം പറയുന്നവരും, ഇതുവരെ അത് പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളൊക്കെ പറയുന്നത് മുത്തലാഖ് ഓക്കെയാണ്, അത് ഓക്കെയാണെന്നാണ്. ജമാഅത്ത് ഇസ്ലാമി ആയാലും മുജാഹിദുകളായാലും ബാക്കിയുള്ളവരായാലും ഒക്കെ പറയുന്നത് മുത്തലാഖ് ഓക്കെയാണെന്നാണ്. അപ്പം മുത്തലാഖ് മോശമാണ്, മുത്തലാഖിന് അർത്ഥമില്ല എന്ന് ഇതുവരെ പറഞ്ഞ ആളുകൾ, ഈ മുജാഹിദിന്റെ നേതാവായ ഇബ്നു തൈമിയ്യ പണ്ടുകാലത്ത് ഇത് പറഞ്ഞതിന്റെ പേരിൽ വളരെയധികം മർദ്ദനങ്ങളൊക്കെ ഇബ്നു തൈമിയ്യ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്താണ് ഈ മുത്തലാഖിന് അർത്ഥം, ഒരേ അവസരത്തിൽ 3 തലാഖ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചതിന് അവരുടെ നേതൃത്വത്തിലുള്ള ആളുകൾ, ഇബ്നു തൈമിയ്യയെ പോലെയുള്ള ഒരാൾ വളരെയധികം മർദ്ദനങ്ങൾ നേരിട്ടിട്ടുണ്ട്. കേരളത്തിലുള്ള ആളല്ല, ഇബ്നു തൈമിയ്യ വിദേശത്തുള്ള അറബ് രാജ്യത്തിലുള്ള ആള്. അദ്ദേഹത്തിന്റെ പാത പിന്തുടർന്നാണ് ഇവിടെ ഈ മുജാഹിദ് പ്രസ്ഥാനമൊക്കെ വന്നത്. പക്ഷേ ഇപ്പോഴ് അവരും ഇതുപോലെയാണ്. ഇതിനൊരർത്ഥം ആവശ്യമുണ്ടോ എന്നാൽ ഏതും തിരിച്ചു പിടിക്കും എന്നുള്ളതാണ്. അതുവരെയുള്ള പ്രമാണങ്ങൾക്കൊന്നും, ആ പറച്ചിലുകൾക്കൊന്നും രാഷ്ട്രീയമായ ആവശ്യങ്ങളോ അല്ലെങ്കിൽ മതപരമായ ആവശ്യങ്ങളോ വന്നാൽ വലിയ വിലയൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇതിനർത്ഥം. തലാഖ് വിഷയത്തിൽ തന്നെ മലപ്പുറത്തൊരു പ്രശ്നമുണ്ടായി. മലപ്പുറം 1998 പുലാമന്തോളിൽ ഒരു മുഹമ്മദ് എന്നൊരാൾ വിവാഹമോചനം നടത്തി. പൂളക്കൽ മുഹമ്മദ്. അയാൾ വിവാഹമോചനം പത്രങ്ങളിലൊക്കെ വന്നതാണ്. അക്കാലത്ത് വളരെ ഇതായിരുന്നു. കേരള ശബ്ദത്തിലൊക്കെ ഒരുപാട് വന്നിരുന്നു. വളപുരം എന്ന സ്ഥലത്താണ്, പുലാമന്തോളിൽ വളപുരത്ത് 1998 പൂളക്കൽ മുഹമ്മദ് അയാളെ ഭാര്യയെ തലാക്കിയല്ലോ. ഭാര്യയുടെ ഉമ്മയോടാണത് പറഞ്ഞത്. എൻ്റെ മകളെ ഞാൻ 3 തലാക്കും ചൊല്ലിയെന്ന് പറഞ്ഞു. ഞാൻ എന്ന് പറഞ്ഞില്ല, 3 തലാക്കും ചൊല്ലിയെന്ന് പറഞ്ഞു. 3 തലാക്കും ചൊല്ലിയെന്ന് പറഞ്ഞാൽ ഭാര്യൻ്റെ ഉമ്മയോട് എൻ്റെ മകളെ 3 തലാക്കും ചൊല്ലിയെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ചൊല്ലിയെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ, അയാൾ തന്നെയല്ലേ ചൊല്ലുന്നത്, വേറെ ആളല്ലല്ലോ. അപ്പോൾ അത് ഈ പ്രശ്നമായിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾ എന്തോ ദേഷ്യത്തിന് ചെയ്തതാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് മടക്കിയെടുക്കണം ആ സ്ത്രീനെ, നായി കുട്ടികളൊക്കെ ഉള്ളതാണ്. മടക്കിയെടുക്കാൻ വേണ്ടി ചെയ്തപ്പോൾ 3 പ്രശ്നം. ഒരു മുജാഹിദ് ജമാഅത്ത് കക്ഷികൾ പറഞ്ഞു 3 തലാക്ക് ചൊല്ലിയാൽ 1 തലാക്കേ ആവുള്ളൂ, അത് സ്വാഭാവിക രീതിയിൽ മടക്കിയെടുത്താൽ മതി. അസ്വാഭാവിക രീതി എന്ന് പറഞ്ഞാൽ വേറൊരാൾ കെട്ടി ഒഴിവാക്കലാണ് കേട്ടോ, അതിനിടയിൽ മറന്നു പോരുത്. വേറൊരാൾ കെട്ടി ഒഴിവാക്കാതെ തന്നെ മടക്കിയെടുക്കുക, ആ വകുപ്പുണ്ടെന്ന് മുജാഹിദ് ജമാഅത്തൊക്കെ പറഞ്ഞു. അപ്പോൾ വന്നിട്ട് AK ഗ്രൂപ്പുണ്ട്. അത് AP ഗ്രൂപ്പ് ഒരു അധികം യാഥാസ്ഥികമായിട്ടുള്ള കൂട്ടർ. EK ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ ആ താളത്തിനനുസരിച്ച് പോകുന്നവർ. ലീഗിന് വേണ്ടുന്ന പത്തുകൾ എഴുതി കൊടുക്കും, ലീഗുകാർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്തു കൊടുക്കും. മറ്റൊരു യാഥാസ്ഥികമായ നിലപെടുന്ന AP ഗ്രൂപ്പ്, അവരും വളരെ പിന്നോക്കമുള്ള ആളുകളാണ്. AP ഗ്രൂപ്പുകാർ പറഞ്ഞ് ഇത് ഭാര്യയോട് പറഞ്ഞതാണ് മുത്തലാക്കും ചൊല്ലിയെന്ന്, 3 തലാക്കും ചൊല്ലിയെന്ന്. അപ്പം പിന്നെ ഭാര്യയുടെ ഉമ്മയോട് പറഞ്ഞതാണ് എൻ്റെ മകളേന്നല്ലേ. അപ്പം ഭാര്യയോട് പറഞ്ഞ ഫലത്തിൽ തന്നെയാണ്. ആരോടും പറയണമെന്ന് നിയമമില്ലല്ലോ, ഇത് ഇയാൾ സൗകര്യം പോലെ പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ പിന്നെ അത് 3 തലാക്കും തന്നെയാണ്. ഈ പൂളക്കൽ മുഹമ്മദിൻ്റെ ഭാര്യയെ തിരിച്ചെടുക്കണമെങ്കിൽ വേറൊരാൾ കെട്ടി ഒഴിവാക്കണം, എന്നാലേ നിവൃത്തിയുള്ളൂ എന്ന് AP ഗ്രൂപ്പ് ശക്തമായി പറഞ്ഞു. അപ്പോൾ അന്ന് AP ഗ്രൂപ്പും EK ഗ്രൂപ്പും വലിയ വൈരത്തിലായിരുന്നു. മറ്റവരത് ഏറ്റുപിടിച്ചു. അവർ പറഞ്ഞ് ഞാൻ മൊഴി ചൊല്ലി എന്നുള്ള വാക്ക് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ആ വിവാഹമോചനം സാധുവല്ല, അതുകൊണ്ട് വിവാഹമോചനമേ നടന്നിട്ടില്ല. നിന്റെ മകളെ 3 തലാക്കും ചൊല്ലിയെന്നേ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ എന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് 1 തലാക്കും സാധുവല്ല, വിവാഹമോചനമേ നടന്നിട്ടില്ല. പൂളക്കൽ മുഹമ്മദിൻ്റെ ഭാര്യ ഇപ്പോഴും അയാളുടെ ഭാര്യ തന്നെയാണെന്നാണ് ഒരു വിഭാഗത്തിൻ്റെ അഭിപ്രായം. മറ്റേ വിഭാഗം പറയുന്നത് വേറൊരാൾ കെട്ടി ഒഴിവാക്കിയെങ്കിൽ മാത്രമേ പൂളക്കൽ മുഹമ്മദിന് വീണ്ടും ഭാര്യയെ തിരിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ എന്ന്. അതിന് ഈ മുജാഹിദ് കക്ഷികൾ പറഞ്ഞു 1 തലാക്ക് പോയി, അതുകൊണ്ട് ഇനി വിവാഹം നടത്തി തിരിച്ചെടുത്താൽ മതി. ഇങ്ങനെ 3 അഭിപ്രായമായി. അവസാനം ഇവർ EK വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പറഞ്ഞ വാക്ക്, അതായത് തലാക്ക് തന്നെ നടന്നിട്ടില്ല എന്നുള്ള ആ വാക്ക് അംഗീകരിച്ചു. അയാൾ ഈ പൂളക്കൽ മുഹമ്മദിന് ഭാര്യയെ തിരിച്ചു കിട്ടുന്ന അവസ്ഥ ഉണ്ടായി. അപ്പോഴേക്ക് ഈ മതപണ്ഡിതന്മാർ സ്റ്റേജ് കെട്ടി സംസാരിക്കലും മുഖാമുഖം പ്രസംഗിക്കലും ചോദ്യോത്തരങ്ങളൊക്കെ ആയിട്ട് മലപ്പുറം ജില്ല മുഖരിതമായിരുന്നു. ഒരുപാട് ചർച്ചകളൊക്കെ നടന്നു. അപ്പം ഞാനിത് പറഞ്ഞതെന്താണെന്ന് പറഞ്ഞാൽ
ഇതൊക്കെ അപ്പുറവും ഇപ്പുറവും പറ്റുന്ന എലാസ്റ്റികതയുള്ള നിയമങ്ങളാണ്, വാക്കുകളാണ്. അത് നബി അങ്ങനെ പറഞ്ഞൊന്നുണ്ടാവും, ഇങ്ങനെ പറഞ്ഞൊന്നുണ്ടാവും. 1400 കൊല്ലം മുമ്പ് കഴിഞ്ഞ കഥ അത് ഈ 200 കൊല്ലത്തിന് ശേഷം രേഖപ്പെടുത്തിയത് കേട്ടുകേൾവിയായിട്ട് വന്നു. പിന്നെ ഇപ്പോഴിങ്ങനെ ഗ്രന്ഥങ്ങളായി വന്നു. അതൊക്കെ രണ്ട് രീതിയിലും അതിൽ പ്രമാണങ്ങൾ കിട്ടും. അപ്പോൾ അങ്ങനെ പറയേണ്ടവർ അങ്ങനെ പറയാം, ഇങ്ങനെ പറയേണ്ടവർക്ക് ഇങ്ങനെ പറയാം. ഒരു നിയമം ഇതിനെ പറയുന്നുമില്ല. അതാണ് അതിലുള്ള വേറൊരു കാര്യം. നിയമത്തിൽ 1937 ഇത് മുസ്ലിം വ്യക്തി നിയമം ഇവിടെ പാസ്സാക്കുമ്പോൾ വിവാഹം, വിവാഹമോചനം, പിന്തുടർച്ചാവകാശം എന്നീ കാര്യങ്ങളൊക്കെ മുസ്ലിം നിയമത്തിനനുസരിച്ചാണെന്ന് പറയുമ്പോൾ ആ നിയമം എന്തെന്ന് പറയണ്ടേ? ആ നിയമം എന്തെന്ന് പറയാതെ പാസ്സാക്കിയ നിയമമാണ് ഇവിടെ നിലവിലുള്ളത്. അല്ലെങ്കിൽ ഏത് നിയമം പാസ്സാക്കുമ്പോഴും അതിൽ അടുക്കും ചിട്ടയുമായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞിട്ട് വിവാഹമോചനം എങ്ങനെയായിരിക്കണം, അത് എത്രണ്ണം ചൊല്ലിയാലാണ് അത് സാധുവാവുക, എത്രണ്ണം ചൊല്ലിയാലാണ് അസാധുവാവുക, എന്താണ് ഇതിൻ്റെ സാഹചര്യം, വിവാഹമോചനത്തിന് വല്ല കാരണവും വേണോ, അത് എവിടെ വെച്ച് നടത്തണം, അത് ഏതെങ്കിലും കോടതി മുഖേന നടത്തണമോ, അതല്ല ഇയാൾ ഒറ്റയ്ക്ക് ഇയാൾ ഇഷ്ടത്തിന് പറഞ്ഞാൽ മതിയോ എന്നൊക്കെ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യണമല്ലോ. അപ്പം മുസ്ലിം വ്യക്തി നിയമം എന്ന് പറഞ്ഞ നിയമം തന്നെ കുത്തഴിഞ്ഞ് കിടക്കുകയാണ്. അതാണ് അതിൻ്റെ ഒരു കാരണം. ഇതിങ്ങനെ ഈ ഒന്ന് പറഞ്ഞാൽ അങ്ങനെയാണെന്ന് പറയുമ്പോൾ ഒന്ന് പറഞ്ഞാൽ മൂന്നും പോകും എന്ന് പറയുന്ന രീതിയിലുള്ള വ്യാഖ്യാനത്തിനുള്ള അവസരം വരുന്നത് നിയമം തന്നെ ദുർബലമായതുകൊണ്ടാണ്. നിയമം തന്നെ വ്യക്തമല്ലാത്ത ക്രോഡീകൃത നിയമമല്ല. നിയമം ക്രോഡീകരിച്ചാൽ നിയമത്തിൽ അത് പറയുന്നില്ല. മതഗ്രന്ഥങ്ങളിൽ രണ്ടും പറയും. പ്രവാചകന്റെ വചനങ്ങൾ നോക്കിയാൽ രണ്ടിനും ഉണ്ടാവും. 3 തലാഖ് ചൊല്ലിയ അവസരത്തിൽ നബി അതിനൊരു കുറ്റവും പറഞ്ഞില്ല എന്നുള്ള വചനം ഇപ്പുറത്ത് കിടക്കുന്നുണ്ട്. ഒരേ അവസരത്തിൽ 3 പറഞ്ഞാൽ 3 സാധുവാണെന്ന് നബി അംഗീകരിച്ചു കൊടുത്തു എന്നുള്ള പ്രമാണം ഇപ്പുറത്ത് കിടക്കുന്നുണ്ട്. എന്നാലോ അബൂബക്കറിൻ്റെയും ഉമറിൻ്റെയും കാലത്ത്, നബിയുടെ കാലത്തും 3 തലാഖും 1 തലാഖ് മാത്രമായിരുന്നു എന്നുള്ള പ്രമാണമുണ്ട്. അപ്പം ഈ പ്രമാണം ഒക്കെ എടുക്കാനുള്ള കാരണം നമ്മുടെ നാട്ടിൽ അതൊരു നിയമത്തിൻ്റെ ഭാഗമല്ലാത്തതുകൊണ്ടാണ്. മതനിയമമാണെന്ന് പറഞ്ഞാലല്ലാതെ മതനിയമത്തിൽ എന്താണത് എന്ന് പറയണ്ടേ, അത് എങ്ങനെ ചെയ്താലാണ് തലാഖാവുക എന്ന് പറയണ്ടേ, അത് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാത്തത് കൊണ്ടാണ് ഇതിൽ വലിയ പാളിച്ചുള്ളത്. അപ്പോൾ വ്യക്തി നിയമം, തലാഖ് നിയമം ക്രോഡീകൃതമല്ല. പിന്നെ അത് തലാഖ് എന്ന് പറഞ്ഞത് ആണ് പെണ്ണിനെ ഒഴിവാക്കുന്നതിൻ്റെ പേരാണ്. പെണ്ണ് ഒഴിവാക്കുന്നതിന് വേറൊരു പേരാ പറയുക, അതിന് ഫസഖ് എന്നാണ് പറയുക. ഫസ്ഖ്. അപ്പോൾ ആദ്യകാലത്ത് സ്ത്രീകൾക്ക് വിവാഹമോചനത്തിന്, സ്ത്രീക്ക് പുരുഷനെ ഒഴിവാക്കണം എന്ന് തോന്നിയാൽ അതിന് യാതൊരു വഴിയുണ്ടായിരുന്നില്ല. അത് പാടില്ല, അങ്ങനെ ഒരു മോചനം ഉദിക്കുന്നില്ല. ഒരു സ്ത്രീക്ക് പുരുഷനെ ഒഴിവാക്കുക എന്ന് പറഞ്ഞ പ്രശ്നമേ ഉണ്ടായിരുന്നില്ല. അവസാനം മതത്തുനിന്ന് പുറത്തായാൽ ബന്ധം വേർപെട്ടു പോകുമെന്ന് വിചാരിച്ച് പല മുസ്ലിം സ്ത്രീകളും ഇസ്ലാം മതത്തുനിന്ന് രാജിവെച്ചിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലുള്ള ആ വാക്ക് പറയലാണ്. അങ്ങനെ പറഞ്ഞാൽ അവരുടെ ബന്ധം ദുർബലമായി പോയിപ്പോകും, നഷ്ടപ്പെടും. അങ്ങനെ വന്നിട്ട് ഈ നിലയിൽ വിവാഹബന്ധം വേർപെടുത്തുന്നതിൽ ദുഃഖിതരായ മതപണ്ഡിതന്മാർ അവർ തന്നെ ആലോചിച്ചിട്ട് ഒരു നിയമം ഉണ്ടാക്കി. സ്ത്രീകൾക്കും വിവാഹമോചനത്തിനൊരു പഴുത് കിട്ടണം, അതിനെന്താണ് വേണ്ടത് എന്നവരാലോചിച്ചു. അങ്ങനെ ഉണ്ടാക്കിയതാണ് 1939 ഫസഖ് നിയമം, ഡിസൊല്യൂഷൻ ഓഫ് മുസ്ലിം മാരേജ് ആക്ട്. മുസ്ലിം മാരേജ് ആക്ട് മുസ്ലിം മാരേജ് വിഘടിപ്പിക്കാനുള്ള നിയമം. ആ നിയമം 1939 പാസ്സായതാണ്. 37 ആദ്യത്തെ നിയമം. ആ നിയമത്തിൽ വിവാഹമോചനത്തെ പറ്റിയോ ആണിൻ്റെ വിവാഹമോചനമോ പെണ്ണിൻ്റെ വിവാഹമോചനമോ ഒന്നും പറയുന്നില്ല. മതനിയമമാണെന്ന് മാത്രമാണ് പറഞ്ഞത്. മതഗ്രന്ഥങ്ങളിലുള്ള നിയമം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. പിന്നെ 39 വന്നിട്ട് സ്ത്രീക്ക് പുരുഷനെ ഒഴിവാക്കണമെങ്കിൽ എന്താണ് ആ സ്ത്രീ ചെയ്യേണ്ടത്, ഏതാണ് അതിൻ്റെ സാഹചര്യം എന്ന് വിവരിക്കുന്ന നിയമമുണ്ടായി. അത് ഡിസൊല്യൂഷൻ ഓഫ് മുസ്ലിം മാരേജ് ആക്ട് 1939. ഈ ആക്ടിൽ, സ്ത്രീക്ക് പുരുഷനെ ഒഴിവാക്കുന്ന ആക്ടിൽ ധാരാളം നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. അതിൽ 9 കാര്യങ്ങൾ തന്നെ അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട്. ഭർത്താവിനെ പറ്റി 4 കൊല്ലം അറിയാതാവുക, ഭർത്താവ് എവിടെ പോയി എന്താണെന്നുള്ള ഒരു വിവരവും 4 കൊല്ലം അറിയാതിരിക്കുക, 2 കൊല്ലം ചെലവ് കിട്ടാതിരിക്കുക, 7 വർഷം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുക ഭർത്താവ്, വൈവാഹിക കടമകൾ നിർവഹിക്കാതിരിക്കുക, ബോധപൂർവം നിർവഹിക്കാതിരിക്കുക, ഭർത്താവ് ഷണ്ടനാവുക, ഭർത്താവ് ഭ്രാന്തനാവുക, കുഷ്ഠരോഗിയാവുക, ഗുഹ്യരോഗിയാവുക, പ്രായപൂർത്തിക്ക് മുമ്പ് പിതാവ് കല്യാണം കഴിച്ചിട്ട് സമ്പർക്കത്തിലൂടെ ആ ബന്ധം നിലവിൽ വരുന്നതിന് മുമ്പ്, ബന്ധം പൂർത്തിയാവുന്നതിന് മുമ്പ് സ്ത്രീക്ക് ദുർബലപ്പെടുത്താനുള്ള അവസരം, ശരീഅത്ത് പ്രകാരമുള്ള മറ്റ് കാര്യങ്ങൾ,
ഈ 9 കാര്യങ്ങളിൽ ഏതെങ്കിലും ചിലത് കോടതിയിൽ സ്ത്രീ തെളിയിച്ചിരിക്കണം. മറുവശത്ത് പുരുഷന് സ്ത്രീയെ ഒഴിവാക്കാൻ യാതൊന്നും തെളിയിക്കേണ്ട, ഏതവസരം എപ്പോൾ വേണമെങ്കിലും ഒഴിവാക്കാം. അത് ഒരു രേഖയും തയ്യാറാക്കണ്ട, അതിനൊരു സാക്ഷി വേണ്ട, ഒരാൾ അറിയണ്ട. പുരുഷൻ സ്ത്രീയെ ഒഴിവാക്കിയെന്ന് സ്ത്രീയോ സ്ത്രീയുടെ ആൾക്കാരോ അറിയുന്നത് പലപ്പോഴും കോടതിയിൽ വിവാഹ ചെലവിന്, ഭാര്യയുടെയും മക്കളുടെയും ചെലവിന് വേണ്ടി കോടതിയിൽ ഹർജി കൊടുക്കുമ്പോൾ ആ ഹർജിയുടെ പുറത്തുള്ള വിചാരണ നടക്കുന്ന അവസരത്തിലാണ് പല സ്ത്രീകളും തങ്ങളെ ഭർത്താക്കന്മാർ വിവാഹമോചനം നടത്തിയിരിക്കുന്നു എന്നറിയുന്നത്. അപ്പോൾ വിവാഹമോചനം നടത്തിയിരിക്കുന്നു എന്ന് അവരറിയാനുള്ള അവസരം വിവാഹമോചനത്തിന് വേണ്ടി യാതൊരു നിയമവും ഇല്ലാത്തത് കൊണ്ടാണ്. കോടതിയിൽ നിന്ന് മാത്രമേ ഇതറിയുള്ളൂ. എന്താ, ചെലവിന് കേസ് കൊടുക്കുമ്പോൾ പ്രതിസ്ഥാനത്തുള്ള വക്കീലെണീറ്റ് പറയും അയാൾ വിവാഹമോചനം നടത്തിയാണ്. അല്ലെങ്കിൽ കൂട്ടുകയറി നിൽക്കുന്ന ആദ്യത്തെ ദിവസം തന്നെ ഇയാൾ പറയും ഞാൻ ആ സ്ത്രീയെ വിവാഹമോചനം നടത്തിയതാണ്. അപ്പോൾ അതോടുകൂടി ചിലവുമില്ല, വിവാഹമില്ല. വിവാഹവും അവസാനിച്ചു, ചിലവ് കിട്ടുന്ന ആഗ്രഹവും പോയി. അത് തടയിടാൻ വേണ്ടിയാണ് 125-ാം വകുപ്പ് ഇന്ദിരാഗാന്ധി നടപ്പിലാക്കിയത്. 125-ാം വകുപ്പ് ക്രിമിനൽ നിയമത്തിൽ വന്നപ്പോൾ വിവാഹമോചിതയായ സ്ത്രീയായാലും വിവാഹിതയായ സ്ത്രീയായാലും വിവാഹമോചിതയായ സ്ത്രീയായാലും അവർക്ക് ചെലവ് കിട്ടാനുള്ള വക ഉണ്ട്. അത് ആദ്യ ഭർത്താവ് തന്നെ ചെലവിന് കൊടുക്കണം എന്ന് 125-ാം വകുപ്പ് മുഖേന നിഷ്കർഷിച്ചു. ആ നിഷ്കർഷ വന്നതോടുകൂടി തലാഖും ഒന്ന് കുറഞ്ഞു തുടങ്ങി. തലാഖ് ചൊല്ലിയാലും ഇല്ലെങ്കിലും ചെലവിന് കൊടുക്കണം എന്നുള്ള അവസ്ഥയും വന്നു. അതിനെതിരായി വമ്പിച്ച പ്രക്ഷോഭങ്ങൾ നടന്നു. അതാണ് ഷാബാനു കേസ്. ഷാബാൻ എന്ന് പറഞ്ഞ മധ്യപ്രദേശിലെ പെണ്ണുങ്ങൾ അവരുടെ ഭർത്താവായ വക്കീലായ മുഹമ്മദ് അഹമ്മദ് ഖാനെതിരായിട്ട് കേസ് കൊടുത്ത ആ കേസ് അങ്ങനെ സുപ്രീം കോടതിയിലെത്തി. അന്നാണ് സുപ്രീം കോടതി ഒന്ന് പറഞ്ഞത്, ഒരു സിവിൽ കോഡ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ പ്രശ്നമൊക്കെ ഇങ്ങനെ വരുന്നതെന്ന്. അപ്പം 125-ാം വകുപ്പ് ഞങ്ങൾക്ക് ബാധകമല്ല, ഞങ്ങൾക്ക് ബാധകം ശരീഅത്ത് വകുപ്പാണ്. ശരീഅത്തിൽ അങ്ങനെ വിവാഹമോചിതയായ സ്ത്രീക്ക് ചെലവിന് കൊടുക്കാൻ വകയൊന്നുമില്ല എന്നായിരുന്നു അന്നത്തെ മുസ്ലിം ജാഥാസികന്മാരുടെ വാദം. അത് കോടതി നിരാകരിച്ചുകൊണ്ട് 125-ാം വകുപ്പ് മുസ്ലിങ്ങൾക്കും ബാധകമാണ്, അത് ക്രിമിനൽ നിയമമാണ്, അത് പ്രകാരം ചെലവ് കിട്ടാനുള്ള അവകാശം മുസ്ലിം സ്ത്രീക്കുമുണ്ട് എന്ന് തീർപ്പ് കൽപ്പിച്ചു. അത് മുതൽക്കാണ് ഈ വിവാഹ മോചന സമ്പ്രദായങ്ങളെ ഒരു നിയന്ത്രണത്തിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഏതായാലും നമ്മളിവിടെ പരിഗണിക്കേണ്ടുന്ന, ശ്രദ്ധിക്കേണ്ടുന്നൊരു വിഷയം, പുരുഷനാണെങ്കിൽ അവൻ ഏത് സമയത്തിലും ഭാര്യയെ ഒഴിവാക്കാൻ വകുപ്പുണ്ടെന്ന് പറഞ്ഞാൽ അതിനൊരു നിയമം തന്നെ ഇല്ല. തലാഖ് ചെല്ലാനുള്ള ഒരു അവകാശം പുരുഷനുണ്ട്. അത് മതഗ്രന്ഥങ്ങളിൽ എങ്ങനെയാണോ പറഞ്ഞത് അതുപോലെ അങ്ങ് ചെയ്യാം. അടിസ്ഥാനത്ത് സ്ത്രീക്ക് പുരുഷനെ ഒഴിവാക്കണമെങ്കിൽ അത് കോടതി പോകണം. കോടതി പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ തെളിയിക്കണം. ഈ കാര്യങ്ങളിൽ ഏതെങ്കിലും ചിലത് തെളിയിക്കണം. അത് തെളിയിക്കുക എന്ന് പറയുന്നതും കോടതി പോവുക എന്ന് പറയുന്നതും നടക്കുന്ന കാര്യമല്ല. കാരണം ഇതിൽ പറയുന്ന ഭർത്താവ് മാനസിക രോഗിയാണെന്ന് പറഞ്ഞാൽ അത് വലിയ രോഗമൊക്കെ ആണെങ്കിലല്ലേ അത് നടക്കുകയുള്ളൂ. ചെറുകിട മാനസികാവസ്ഥ ഒക്കെ കുഴപ്പത്തിലായ ആളുകളുടെ കാര്യമൊന്നും ഒരിക്കലും കോടതിയിൽ നിന്ന് തെളിയിച്ചു പോരാൻ കഴിയില്ല. ഞങ്ങളെ പ്രദേശത്ത് തന്നെ ഒരു കേസുണ്ടായിട്ട് ആ കേസിൽ കക്ഷി മാനസിക രോഗമാണെന്നാണ് അയാൾക്കെതിരെ പരാതി. അയാളെ കോടതി കയറ്റിയപ്പോൾ ദിവസം ചോദിച്ചപ്പോൾ കൃത്യമായ ദിവസം തീയതി പറഞ്ഞു. തീയതി 12, പിന്നെ മാസം ഏതാണ്, മാർച്ച്, കൊല്ലേതാണ് 2017. ഇന്നെന്താ ദിവസം, ഞായറാഴ്ച. ഒരു കുഴപ്പമില്ല, എന്നാൽ പിന്നെ ഇറങ്ങിക്കോന്ന് പറഞ്ഞു. അപ്പോൾ അത് മിനിമം പറയാൻ വേണ്ടി ആ അവസരത്തിൽ വക്കീൽ അയാൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അത് അയാൾ അവിടെ നിന്ന് കൂട്ടുമ്പോൾ കയറിയപ്പോൾ മറന്നു പോയിട്ടൊന്നുമില്ല, അത് പറഞ്ഞ്. അപ്പം വിവാഹമോചനം കിട്ടിയില്ല. അപ്പം സ്ത്രീക്ക് വിവാഹമോചനം നടത്താനുള്ള കടമ്പ ഇപ്പോഴും വളരെ അകലെയാണ്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം വളരെ ലളിതവുമാണ്. ഈ അവസ്ഥ മറികടക്കണം. അതാണ് തലാഖിൽ വേണ്ടത്. പിന്നെ ബഹുഭാര്യത്വം എന്ന് പറയുന്നത് ഖുർആനിൽ പറഞ്ഞ പ്രകാരം കല്യാണം കഴിക്കുകയാണെങ്കിൽ 4 ഭാര്യമാരൊന്നും അല്ല കല്യാണം കഴിക്കാൻ അനുമതിയുള്ളത്. ഖുർആനിൽ ഈ 4-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഫങ്കിഹു മാതാബലക്കും മിനൻ നിസായി മസ്നാവ സുലാസ റുബഅ എന്നാണ് വാക്ക്. നിങ്ങൾക്ക് നന്നായി തോന്നുന്ന സ്ത്രീകളെ 2, 3, 4 എന്നാണ്. 2, 3, 4 എന്നല്ല, 2, 3, 4 കല്യാണം കഴിക്കുക എന്നാണ്. 2, 3, 4 കൂട്ടിയാൽ 9 അല്ലേ? അത് നമുക്കറിയുന്ന കാര്യമാണത്. അപ്പോൾ അത് ഇവർ തന്നെ മാറ്റിയിട്ടുണ്ടത്. പിന്നെ ഇവർ തന്നെ 2, 3, 4 കൂട്ടുന്നില്ല. ഖുർആനിൽ പറയുന്നത് അങ്ങനെയാണ്, 2, 3, 4 എന്നാണ്.
2, 3, 4, 9 ആവും. 9 പോകണ്ടെന്ന് ഇവർ തന്നെ തീരുമാനിച്ചു. അപ്പോൾ ശരീരത്തെ നിയമം മാറ്റാൻ പാടില്ല എന്ന് പറയുന്നത് ഇവർ തന്നെ അടിസ്ഥാന നിയമത്തെ മാറ്റിയിട്ടുണ്ട്. അങ്ങനെ മാറ്റിക്കൊണ്ടാണ് ഇപ്പം 4 നിൽക്കുന്നത്. അല്ലെങ്കിൽ അതില്ല. പിന്നെ പ്രവാചകന്റെ നടപടിയാണ് ഇതിനൊക്കെ പ്രമാണമായി പറയുന്നത്. പ്രവാചകന്റെ നടപടിയാണെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം മരിക്കുമ്പോൾ തന്നെ 9 ഭാര്യമാരുണ്ടായിരുന്നാണ്. തോഫി റസൂലുള്ളാഹി അൻദിസി നിസുവത്തിൻ ഇലൈഹിന്ന തൊഴുതൽ മക്രുമാത്തൂവത്തുൻ സബു ആയിഷത്തും മൈമൂനത്തും വസഫിയത്തും വഹഫ്സത്തു തത്ലൂഹുന്ന ഹിന്ദും വസൈനബു ജുവൈരിയത്തും റംലത്തിൻ സുമ്മ സൗദത്തുൻ സലാസും വസിത്തും നൽമുഹുന്ന മുഹദ്ദബു. 9 പേരെ നിങ്ങൾക്ക് പേര് കിട്ടിയിട്ടുണ്ടാവും. ഈ 9 പേര് ആയിഷ, മൈമൂന തുടങ്ങി 9 പേര് അദ്ദേഹം മരിക്കുന്നുണ്ട്. അപ്പം ഖുർആനിലെ ഈ വാക്ക് ശരിയാവും. ഖുർആന്റെ ഒന്നാമത്തെ ആള് നബിയാണല്ലോ. നബിക്ക് അനുസരിച്ചല്ലേ ഖുർആൻ നിൽക്കുന്നത്. അപ്പോൾ ഈ 9 എന്ന് പറയുന്നതിന് ഒരു പ്രമാണം ഉണ്ട് എന്ന് പറഞ്ഞ് ഈജിപ്ത് അൽ-അസ്ഹർ സർവകലാശാലയിലെ ഒരു പ്രൊഫസർ അങ്ങനെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു നബിയുടെ നടപടി 9 9 ഭാര്യമാർ അദ്ദേഹം മരിക്കുന്നുണ്ട്. അപ്പോൾ ഖുർആനിൽ പറഞ്ഞ ഈ വാക്കിനർത്ഥം 9 എന്ന് വെക്കണം. അങ്ങനെ അയാൾ ഫാക്കൽറ്റിയിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ പുറത്താക്കിയിട്ട് കാര്യമില്ല. ഖുർആനിലെ വാക്കുള്ളിടത്തോളം കാലം ഇതിൻ്റെ സാധ്യതകൾ അങ്ങനെ നിലനിൽക്കും. അപ്പം ബഹുഭാര്യത്വം നിയന്ത്രിക്കുക എന്നുള്ളത് ഇവർ തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ ഏർപ്പെടുത്തിയതാണ് 4. ഈ 4 പിന്നെ അവർ പറയും അതിന് അയാൾക്ക് ശാരീരികമായ യോഗ്യത വേണം, സാമ്പത്തികമായ യോഗ്യത വേണം, 3, 4 പേർക്കും താമസിക്കാൻ സൗകര്യം കൊടുക്കാൻ സാധിക്കണം. ഇങ്ങനെയൊക്കെയാണ് മതത്തിലുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കോഴിക്കോട് നടക്കാവ് ഗേൾസ് ഹൈസ്കൂളിൽ വർക്ക് ചെയ്യുമ്പോൾ സ്റ്റാഫ് റൂമെന്ന് ഒരു അറബി മാഷ് ഇങ്ങനെ പറഞ്ഞു. ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഒരു നിയമം അതുപ്രകാരം കൊണ്ടുവരുന്നതിന് നിങ്ങളെന്തിനു തടസ്സപ്പെടുത്തണം? ഇവൻ്റെ 4 ഭാര്യമാരെ പുലർത്താനുള്ള അവസരം ഇവനുണ്ടെന്ന് പരിശോധിക്കാൻ ഒരു നിയമ ഉദ്യോഗസ്ഥൻ വരട്ടെ. അല്ലെങ്കിൽ ഇവൻ അങ്ങനെയുള്ള സാമ്പത്തിക സ്ഥിതി ഇതൊക്കെ നിങ്ങളിങ്ങനെ പറഞ്ഞാൽ മതിയോ? അങ്ങനെ ആണെങ്കിൽ 4ാം വിവാഹം കഴിക്കുന്നവൻ്റെ യോഗ്യത തെളിയിക്കണം. പാകിസ്ഥാനിലൊക്കെ അങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. നമുക്ക് നമ്മളോടൊപ്പം തന്നെ കിട്ടിയിട്ടുള്ള മതത്തിൻ്റെ ഈറ്റില്ലമായ പാകിസ്ഥാൻ, അവിടെ 1961 മുതൽ ഈ നിയമമൊക്കെ വന്നു കഴിഞ്ഞു. 961 ഇത് നടപ്പിലാക്കിയിട്ടുണ്ട്. 2ാം വിവാഹം കഴിക്കൽ അവിടെ എളുപ്പമല്ല. 2ാം വിവാഹത്തിന് ആഗ്രഹിക്കുന്ന പുരുഷൻ അതിൻ്റെ കാരണങ്ങൾ ബോധിപ്പിച്ചുകൊണ്ട് അവിടെ ആർബിട്രേഷൻ കൗൺസിലിൻ്റെ മുമ്പ് പോകണം. അവിടെ പോയിട്ട് ഇവൻ്റെ സാഹചര്യങ്ങളൊക്കെ അവിടെ വിശദീകരിക്കണം. ആദ്യ ഭാര്യനെ വിളിച്ച് അന്വേഷിക്കും. ഇവിടെ ആണെങ്കിൽ ആദ്യ ഭാര്യൻ്റെ അന്വേഷണമൊന്നും വേണ്ട. ഇപ്പം വാട്സപ്പിലൊക്കെ ഇങ്ങനെ പരസ്യമായിട്ട് ഒരാളുടെ ഒരു പ്രസംഗം കണ്ടിട്ടുണ്ട്, മുജാഹിദ് ബാലുശ്ശേരിൻ്റെ. അയാൾ പറയുന്നത് എന്താണ്? നബിയുടെ എല്ലാ ശിഷ്യന്മാർക്കും 2 ഭാര്യമാരുണ്ടായിരുന്നു. വനിതകളുടെ യോഗത്തിലാണ് പ്രസംഗം. വാട്സപ്പിൽ ഇതിലൊക്കെ ഇങ്ങനെ ലൈവായിട്ട് ഞാൻ കണ്ടു. അത് നബിയുടെ എല്ലാ ശിഷ്യന്മാർക്കും 2 ഭാര്യമാരുണ്ടായിരുന്നു. അതുകൊണ്ട് സ്ത്രീകളെ മീറ്റിങ്ങിലാണ് പ്രസംഗിക്കുന്നത്. സ്ത്രീകളെ, നിങ്ങളെല്ലാവരും തന്നെ ഭർത്താക്കന്മാരെ കൊണ്ട് 2 കല്യാണം കഴിപ്പിക്കാനുള്ള ഇത് ചെയ്യണം. എൻ്റെ ഭാര്യ പോലും ഞാനത് പറഞ്ഞിട്ട് സമ്മതിക്കുന്നില്ല. പിന്നെ സ്വർഗത്തിൽ പ്രത്യേകിച്ചൊരു മണിമാളിക തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ ഈ 2 കല്യാണം കഴിച്ച പുരുഷന് അവൻ്റെ ഭാര്യമാരുമായിട്ട് കടന്നു ചെല്ലാനുള്ള ഒരു മണിയറയാണ്. ആ മണിയറയിൽ ഒരു ഭാര്യയും കൂട്ടരും ഇരിക്കുന്ന അവസരത്തിൽ മറ്റേ ഭാര്യയും മറ്റേ ഒരു ദമ്പതികൾ ഇപ്പുറത്തിരിക്കുമ്പോൾ മറ്റേ ദമ്പതികൾ അപ്പുറത്തുള്ളവരെ കാണൂല. ആ രീതിയിലുള്ള അത്ഭുത മാളികയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഉണ്ട്. ഇങ്ങനെ പ്രചരണം നടത്തി വരികയാണ് കാര്യം. അപ്പോൾ അതൊക്കെ ഒരു ഭാഗത്ത് പ്രചരണം നടത്തുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അയഞ്ഞ നിയമമായതുകൊണ്ടാണ്. മതഗ്രന്ഥങ്ങളിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് അത് വരുന്നത്. അപ്പോൾ അതൊക്കെ നമുക്കൊരു നിയമം മുഖേന നിയന്ത്രിക്കപ്പെടണം. അതാണ് പൊതു സിവിൽ കോഡിൻ്റെ ഒരു ആവശ്യം. ഇത്തരം കണ്ടമാനം കല്യാണം കഴിച്ച് നടക്കുന്ന സ്ത്രീകളുടെ നേരെ കണ്ടമാനം മൊഴി ചൊല്ലിയിട്ട് കടന്നു കളയുന്ന രീതി, ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല. ഈ വിവാഹത്തിനും വിവാഹമോചനത്തിനും ഒരു നിയന്ത്രണം വേണം. ഇത് നമുക്ക് പൊതു സിവിൽ കോഡിലൂടെ നേടേണ്ടതാണ്. പൊതു സിവിൽ കോഡിലൂടെ സിവിൽ കോഡ് തന്നെ നേടണം എന്നുള്ള നിർബന്ധം നമുക്കില്ല. അതിലെന്താന്ന് പറഞ്ഞാൽ കാര്യം പരിഹരിച്ച് കിട്ടുക എന്നതാണ് നമ്മളെ പ്രശ്നം. പരിഹരിച്ചിട്ട് ഉണ്ടായി കിട്ടുന്നത് പൊതു സിവിൽ കോഡാണെങ്കിൽ അതിന് നമ്മൾ ഉത്തരവാദിയുമല്ല. കാരണം ഇതിപ്പോൾ ഹിന്ദുക്കൾക്ക് ഈ നിയമമുണ്ട്, 2ാം കല്യാണം കഴിച്ചാൽ അവന് 6 വർഷം തടവാണ്. പിന്നെ അതിൻ്റെ സാക്ഷികളാവുന്നവർക്കും തടവ് ശിക്ഷയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വിവാഹമോചനത്തിനാണെങ്കിൽ കോടതി മുഖേന പാടുള്ളൂ. അങ്ങനെ ഒരു നിയമം മുസ്ലിങ്ങൾക്കും വന്നാൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരു നിയമത്തിൻ്റെ പരിധിയിൽ വന്ന് അതിൻ്റെ പേരാണ് പൊതു സിവിൽ കോഡ്. 2 ആ കോഡ് ഒന്നായില്ലേ? അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പൊതു സിവിൽ കോഡ് ഉണ്ടാകുക എന്നുള്ളതല്ല, ഈ പ്രശ്നം പരിഹരിക്കുക എന്നാണ്. പ്രശ്നം പരിഹരിക്കുമ്പോൾ പൊതു സിവിൽ കോഡ് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകുകയാണ്.
ഇത് പൊതു സിവിൽ കോഡ് അപ്പുറത്തുനിന്ന് വേറെ എന്തോ എടുത്തു കൊണ്ടുവരികയാണ് എന്നുള്ള അർത്ഥത്തിലല്ല. പിന്നെ ഇതിലൊന്ന് പറയാനുള്ളത്, വിവാഹവും വിവാഹമോചനവും കഴിഞ്ഞാൽ പിന്തുടർച്ചാവകാശമാണ്. പിന്തുടർച്ചാവകാശം വളരെ സങ്കീർണമായ ഒരവസ്ഥയിൽ കിടക്കുന്ന ഒന്നാണ്. അതിന് യാതൊരു വിധത്തിലുള്ള പരിഹാരവും ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് അടിയന്തരമായി ഉണ്ടാക്കേണ്ടത് കാര്യമാണ്. അത് എല്ലാ വിഭാഗത്തിലും, സ്ത്രീകളാവുമ്പോൾ സ്ത്രീകൾക്ക് അവകാശം തീരെ ഇല്ലാത്തത് ഞാൻ ആമുഖത്തിൽ പറഞ്ഞല്ലോ, സ്ത്രീകൾക്ക് തീരെ അവകാശമില്ലാത്ത കുറേ കേസുകളുണ്ട്. അത് തുടക്കത്തിൽ അത് പറയാം. പിന്നെ ഒരാൾ മരിക്കുന്ന അയാൾക്ക് മക്കളൊന്നുമില്ല, സഹോദരൻ്റെ മകനും മകളുമാണുള്ളത്. ഒരാൾ മരിച്ചിട്ട് അയാൾക്ക് മക്കളൊന്നുമില്ല, സഹോദരൻ്റെ മകനും മകളുമാണുള്ളത്. അപ്പോൾ അവകാശം മകന് മാത്രമേ ഉള്ളൂ, സഹോദരൻ്റെ മകനേ ഉള്ളൂ, മകൾക്കില്ല. അപ്പോൾ സ്ത്രീ ഔട്ട്. പിന്നെ ഈ വേറൊരു കേസിൽ, ഈ കേസിലല്ല, വേറൊരു കേസിൽ സഹോദരൻ്റെ ഉമ്മാൻ്റെ സഹോദരിയും ബാപ്പാൻ്റെ സഹോദരനുണ്ട്. ഉമ്മ വഴിക്ക് ഒരു സഹോദരനുണ്ട്, ബാപ്പ വഴിക്ക് ഒരു സഹോദരനുണ്ട്. അപ്പോൾ ബാപ്പ വഴിക്കുള്ള സഹോദരനെ കിട്ടും, സഹോദരിയല്ല, സഹോദരൻ തന്നെ. ഉമ്മയുടെ ഒരു സഹോദരൻ, ബാപ്പയുടെ ഒരു സഹോദരനുണ്ട്. അപ്പോൾ ബാപ്പയുടെ സഹോദരന് മാത്രമേ കിട്ടൂ, ഉമ്മയുടെ സഹോദരന് അവകാശമില്ല. ആണാണ്, പക്ഷേ ഉമ്മ വഴിക്കാണ് അയാളുടെ ബന്ധം വന്നത്. അയാൾ മരിച്ച ആളുമായിട്ടുള്ള ബന്ധം വന്നത് പിന്നെ ഇവൻ വഴിക്ക്, ഉമ്മ വഴിക്കാണ്, സ്ത്രീ വഴിക്കാണ്. അപ്പോൾ സ്ത്രീ വഴിക്ക് ബന്ധം വരുന്ന ആൾക്കാരെ തീരെ അവകാശം കൊടുക്കാതെ ഒഴിവാക്കി. ഇനി അത് ഒരു അസാധാരണ കേസാണല്ലോ, മക്കൾ ഉണ്ടാവുക എന്നുള്ളതല്ലോ സാധാരണ സ്ഥിതിയിൽ. അപൂർവമായിട്ടാണല്ലോ തീരെ മക്കളില്ലാതിരിക്കുക, അങ്ങനെ ആവുക എന്നുള്ള കേസുകൾ ഉണ്ടാകുക. മെയിനായിട്ട് വരുന്നത് ആമക്കളും പെൺമക്കളും കൂടി ഉണ്ടാകുക എന്നുള്ളതാണ്. അധിക പേരിലും ഉണ്ടാവും കുടുംബങ്ങളിൽ, അധിക കുടുംബത്തിലും ആൺമക്കളും പെൺമക്കളും ഉണ്ടാവും. ആമക്കളും പെൺമക്കളുമുള്ള കുടുംബത്തിൽ ആൺമക്കൾക്ക് കിട്ടുന്നതിൻ്റെ പകുതിയാണ് പെൺമക്കൾക്ക്. ഒരു 3 ലക്ഷം റുപ്യ സ്വത്തുണ്ടെങ്കിൽ ആണിന് 2 ലക്ഷം കിട്ടും, പെണ്ണിന് 1 ലക്ഷമേ കിട്ടും. ഒരേ ബാപ്പ ഒരേ ഉമ്മ, മക്കൾ ഒരാണും ഒരു പെണ്ണും, സ്വത്ത് 3 ലക്ഷം. അപ്പോൾ ആണിന് 2 ലക്ഷം, പെണ്ണിന് 1 ലക്ഷം. അത് എത്ര ഉണ്ടായാലും, അങ്ങോട്ട് എത്ര ഉണ്ടായാലും എത്ര കുറഞ്ഞാലും കിട്ടുന്നത് അങ്ങനെ. ആണിന് 2 കിട്ടുമ്പോൾ പെണ്ണിന് 1. അപ്പം മക്കളുടെ നിലയിൽ, ഒരാളുടെ മക്കൾ എന്ന നിലയിൽ ആണിനെയും പെണ്ണിനെയും വേർതിരിച്ച് കാണുന്ന ലിംഗവിവേചനം നമ്മളെ ഭരണഘടനയുടെ 14, 15, 25 വകുപ്പുകൾക്കൊക്കെ വ്യക്തമായ ലംഘനം, വെറും ലിംഗാടിസ്ഥാനത്തിൽ വിവേചനം കാണിക്കുന്നത്. അപ്പം മക്കളുടെ കാര്യത്തിൽ ഇങ്ങനെ. ഇനി മക്കളില്ലാത്ത കേസിൽ സഹോദരീ സഹോദരന്മാർ അവകാശികളാവും. മക്കളില്ലാത്ത പിന്നെ മരിച്ചവൻ്റെ സഹോദരീ സഹോദരന്മാരാണ് അവകാശികളാകുക. അങ്ങനെ വരുമ്പോൾ സഹോദരന് 2ഉം സഹോദരിക്ക് 1. ഇത് 3 ലക്ഷം റുപ്യ ഉണ്ടെങ്കിൽ 2 ലക്ഷം സഹോദരന്, 1 ലക്ഷം സഹോദരിക്ക്. അപ്പം സഹോദരി എന്ന നിലയിൽ സ്ത്രീ വന്നാൽ സ്ത്രീക്ക് പകുതി, മകൾ എന്ന രീതിയിൽ സ്ത്രീ വന്നാൽ അപ്പോഴും സ്ത്രീക്ക് പകുതി. പിന്നെ ഇനി ഭാര്യ എന്നുള്ള പദവിയിൽ വരികയാണെങ്കിൽ, ഭാര്യ മരിച്ചാൽ ഭർത്താവിന്, മക്കളുള്ളൊരു ഭാര്യയാണ് മരിക്കുന്നതെങ്കിൽ ഭർത്താവിന് 25% സ്വത്ത് കിട്ടും. ആ സ്ത്രീയുടെ സ്വത്തിൻ്റെ 25% ഭർത്താവിന് കിട്ടും. മക്കൾ ഇല്ലാത്ത ഒരു സ്ത്രീയാണ് മരിക്കുന്നതെങ്കിൽ ആ സ്ത്രീയുടെ സ്വത്തിൻ്റെ പകുതി കിട്ടും. മക്കളുള്ള സ്ത്രീക്ക് കിട്ടുന്നതിൻ്റെ പകുതി മാത്രമാണ്. മക്കളുള്ള സ്ത്രീ മരിച്ചാൽ ഭർത്താവിന് കിട്ടുന്നതിൻ്റെ പകുതിയാണ് ഭാര്യയ്ക്ക് കിട്ടുക. മക്കളില്ലാത്ത സ്ത്രീ മരിച്ചാലും അങ്ങനെ തന്നെ. മക്കളുള്ള സ്ത്രീ മരിച്ചാൽ ഭർത്താവിന് 25% കിട്ടുമ്പോൾ, മക്കളുള്ള പുരുഷൻ മരിച്ചാൽ ഭാര്യയ്ക്ക് 12% കിട്ടുക. 1/8 കിട്ടുക. മറ്റേത് 1/4 കിട്ടും, ഇത് 1/8, നേരെ പകുതി. അപ്പം മക്കളുണ്ടാവുമ്പോഴോ, ഇത് മക്കളുണ്ടാവുമ്പോൾ ഉള്ള സ്ഥിതി. മക്കളുണ്ടാകുമ്പോൾ ഒന്നും കൂടി പറയാം, മക്കളുണ്ടായാലും മക്കളില്ലെങ്കിലും സ്ത്രീ മരിച്ചാൽ ഭർത്താവിന് കിട്ടുന്നതിൻ്റെ പകുതി മാത്രമാണ് ഭർത്താവ് മരിച്ചാൽ സ്ത്രീക്ക് കിട്ടുക. അതാണ് അതിൻ്റെ ചുരുക്കം. അത് 1/4, 1/8, 1/2 പകുതി ഭർത്താവിന് കിട്ടുമ്പോൾ ഭാര്യയ്ക്ക്
4/1 കിട്ടും, 25% കിട്ടും. അതുപോലെ ഭർത്താവിന് 25% കിട്ടുമ്പോൾ ഭാര്യയ്ക്ക് 12% കിട്ടും. അങ്ങനെ നേർ പകുതിയാണ് കിട്ടുന്നത്. അപ്പോൾ സ്ത്രീക്ക് മകളായപ്പോൾ നമ്മൾ പറഞ്ഞു, മകളായപ്പോൾ 1/3, സഹോദരിയായപ്പോഴും 1/3. ഇനി ഭാര്യ എന്ന നിലയിലും സ്ത്രീക്ക് കിട്ടുന്നത് പുരുഷന് കിട്ടുന്നതിൻ്റെ പകുതിയാണ്, ഭർത്താവിന് കിട്ടുന്നതിൻ്റെ പകുതിയാണ്. മക്കളുള്ളപ്പോൾ ഒരു രൂപമാണ്, മക്കളില്ലാത്തപ്പോൾ ഒരു രൂപമാണ്. ഈ 2 രൂപത്തിലും ഭർത്താവിന് കിട്ടുന്നതിൻ്റെ പകുതിയാണ് ഭാര്യയ്ക്ക് അവകാശം. പിന്നെ ഇനിയൊന്ന്, സ്ത്രീയുടെ ഒരു അവസരം ഉമ്മ എന്നുള്ളതാണ്. മരിച്ചവൻ്റെ ഉമ്മയും ബാപ്പയും മാത്രമാണ് അവകാശി. ചെറിയ കുട്ടികളൊക്കെ മരിച്ചാൽ അവർ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, വേറെ അങ്ങനെ ആരുമില്ല, സഹോദരന്മാർക്ക് അവകാശം ഉണ്ടാവില്ല. ബാപ്പ ഉണ്ടായ സഹോദരന്മാർക്ക് അവകാശം ഉണ്ടാവില്ല. അപ്പോൾ ചെറുപ്പക്കാരൊക്കെ മരിച്ചാൽ, അവിവാഹിതരായ ആളുകളൊക്കെ മരിച്ചാൽ ഉമ്മയും ബാപ്പയും ഉണ്ടായാൽ ഉമ്മാക്കും ബാപ്പാക്കുമാണ് അവകാശം. ഈ അവകാശത്തിൽ ബാപ്പാക്ക് 2, ഉമ്മാക്കൊന്ന്. അതും നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ബാപ്പാക്ക് 3 ലക്ഷം ഉറുപ്പിക ഉണ്ടെങ്കിൽ 2 ലക്ഷം ബാപ്പക്ക് കിട്ടും, ഉമ്മക്ക് കിട്ടുന്നത് 1 ലക്ഷമാണ്. അപ്പം മകളായാലും സഹോദരിയായാലും ഭാര്യയായാലും ഉമ്മയായാലും സ്ത്രീക്ക് എപ്പോഴും സമസ്ഥാനത്തുള്ള പുരുഷന്മാരുടെ പകുതി മാത്രമാണ് അവകാശം എന്ന് ഇതിനെ നമുക്ക് സംഗ്രഹിക്കാൻ കഴിയും. അപ്പം പിന്തുടർച്ചാവകാശത്തിൽ വലിയ അനീതിയാണ്. പിന്നെ ഈ പിന്തുടർച്ചാവകാശത്തിൽ മാറ്റങ്ങൾ പാടില്ല. അത് ശരീഅത്തിൽ പറഞ്ഞ നിയമങ്ങളാണ്, ഖുർആനിൽ പറഞ്ഞ നിയമങ്ങളാണ്, അത് മാറ്റാൻ പാടില്ല. വിവാഹത്തിൻ്റെയും വിവാഹമോചനത്തിൻ്റെയൊക്കെ കാര്യങ്ങളിൽ എന്തെങ്കിലും ചില മാറ്റങ്ങളൊക്കെ ആവാം എന്ന് പണ്ട് പറഞ്ഞു വരാറുണ്ട്. ഇപ്പോഴതങ്ങനെ പറയുന്നില്ല. കാരണം ഈ ശരീഅത്ത് നിയമത്തിൽ പിന്തുടർച്ചാവകാശം ഖുർആനിൽ പറഞ്ഞതുപോലെ ഭാഗിച്ചു കൊടുക്കാൻ പലപ്പോഴും സാധിക്കുന്നില്ല. ഖുർആനിൽ പറഞ്ഞ കണക്കായിട്ട് വരുന്നില്ല, തെറ്റിപ്പോവും ഒന്നായിട്ട് വരുമ്പോൾ. അങ്ങനെ ചില ഉദാഹരണങ്ങളുണ്ട്. നമ്മൾ സ്വത്ത് ഭാഗിക്കുമ്പോൾ അതൊന്ന് കണക്കാക്കി കൊടുക്കണ്ടേ? കണക്കാക്കി കൊടുക്കാൻ പറഞ്ഞ മാതിരി കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥ. അത് വളരെ അതിലേറ്റവും ലളിതമായ ഒന്ന്, ഒരുപാട് 10-15 കണക്കുകൾ എനിക്ക് തന്നെ അറിയാം. ഒരു ചെറിയ കണക്ക് എന്ന് പറഞ്ഞാൽ 2 സഹോദരികളും ഭർത്താവും മാത്രം അവകാശി. ഒരു സ്ത്രീയാണ് മരിക്കുന്നത്, 2 സഹോദരികളുണ്ട്, ഭർത്താവും ഉണ്ട്. ഇവർക്ക് ഈ സ്വത്ത് ഭാഗിച്ചു കൊടുക്കണം. സ്ത്രീയുടെ സ്വത്ത് 6 ലക്ഷം ഉറുപ്പികയാണെന്ന് നമ്മൾ സങ്കല്പിക്കുക. 6 ലക്ഷം ഉറുപ്പികയിൽ ഭർത്താവിന് പകുതി കൊടുക്കണം എന്നാണ് ഖുർആൻ പറയുന്നത്. അത് ഖുർആനിലെ 4:12 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ടത്. അതിങ്ങനെ ഭർത്താവിന് പകുതി കൊടുത്താൽ 6 ലക്ഷത്തിൽ നിന്ന് 3 ലക്ഷവും പോയി. പിന്നെ 2 സഹോദരികളാണുള്ളത്, അവർക്ക് 2 കൊടുക്കണം എന്നാണ് 4-ാം അധ്യായത്തിൽ പറയുന്നത്. 4-ാം അധ്യായത്തിലെ 176 4-ാം അധ്യായത്തിലെ 12-ലാണ് ഇത് പറഞ്ഞത്. അവർക്ക് 2 കൊടുക്കണം എന്ന് പറയുന്നത്. ഈ 2 എങ്ങനെ കിട്ടും? 2 എന്ന് പറഞ്ഞാൽ 6ന്റെ 2 4 നമുക്കറിയാലോ. ഇവിടെ 3 ലക്ഷം പോയില്ലേ? ഭർത്താവിന് പകുതി കൊടുക്കുമ്പോൾ 3 ലക്ഷം പോയല്ലോ. പിന്നെ സ്വത്താകെ 3 ലക്ഷമല്ലേ ഉള്ളൂ. ഇപ്പം എങ്ങനെയാ കൊടുക്കുക? അത് കൊടുക്കാൻ സാധിക്കില്ല. അപ്പം ഇവർ നബിയുടെ കാലത്ത് ഈ ഖുർആൻ വചനങ്ങൾ ഉണ്ടാകുമ്പോഴൊന്നും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നില്ല. പിന്നാണ് ഒരു സഹോദരി 2 സഹോദരികളും ഭർത്താവും കൂടി ഉമറിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എന്താ ഈ സ്വത്ത് എങ്ങനെ വായിക്കുക, ഞങ്ങളെന്താ ചെയ്യേണ്ടത്? പകുതി എനിക്ക് വേണം, അത് കിട്ടാൻ നിവൃത്തിയില്ല, 3-2 മറ്റാക്കും വേണം, ഇത് 2 കൊടുക്കൂല. ഏത് സ്വത്തുനിന്നായാലും എന്ത് പൈസ ആയാലും ഒരു സാധനത്തിൻ്റെ 3-2 അതിൻ്റെ പകുതി എടുക്കാൻ കഴിയില്ലല്ലോ. ഏത് കണക്കാക്കിയാലും ഒരു സംഖ്യയിൽ നിന്ന് അതിൻ്റെ പകുതി എടുക്കാം, സമ്മതിച്ചു. പിന്നെ 3-2 എടുത്തു കഴിഞ്ഞാൽ പിന്നെ 1/3 ഉണ്ടാവുള്ളൂ. ഇതെങ്ങനെ സാധിക്കും എന്ന് പ്രശ്നം വന്നപ്പോൾ ഉമർ അതിനൊരു പരിഹാരം പറഞ്ഞ് എല്ലാവരിൽ നിന്നും ഓഹരി കുറച്ചേക്കുക. എല്ലാവരിൽ നിന്നും ഓഹരി കുറയ്ക്കുക. 3 ലക്ഷം കിട്ടണ്ടേ, ഭർത്താവിന് 3 ലക്ഷം വേണ്ട, അവർക്ക് അതിൽ കുറച്ച് കൊടുത്താൽ മതി. 6 ലക്ഷത്തിൽ നിന്ന് 2,57,142 ഉണ്ടാവുള്ളൂ. 57,142.86. 6 ലക്ഷത്തിൽ നിന്ന് അത്രേ വരും. 3 ലക്ഷത്തിന് അർഹത ഉണ്ട് ഖുർആൻ പ്രകാരം. ഖുർആൻ പറഞ്ഞത് 3 ലക്ഷം കൊടുക്കാനോ പകുതി കൊടുക്കാനായി. പകുതി കൊടുക്കുന്നുണ്ടാവുക 6 ലക്ഷത്തിൽ നിന്ന് ഇതിങ്ങനെ കൊടുത്താൽ. അപ്പം അത് കുറച്ചു, 2,57,142 ആക്കി. 0.86. പിന്നെ 2 സഹോദരികൾക്ക് 4 ലക്ഷത്തിന് അർഹത ഉണ്ട്. ഈ 4 ലക്ഷത്തിന് അർഹതയുള്ള 2 സഹോദരികൾക്ക് കൊടുക്കുന്നത് 3,42,857. 3,42,857.14.
അപ്പോൾ ഇവർക്ക് പറഞ്ഞ 4 ലക്ഷം കിട്ടുന്നില്ല. അവൻ്റെ ആവശ്യം വന്നപ്പോൾ ഇത് മാറ്റിയവർ. അപ്പോൾ മാറ്റിയാൽ പിന്നെ ദൈവിക നിയമം എന്ന് പറഞ്ഞ് ഇതിനെങ്ങനെ പവിത്രത കൽപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഇനി മാറ്റിക്കൂടെ? അതാ നമ്മളെ ചോദ്യം. എന്തുകൊണ്ടാണിത്? തെറ്റായ കണക്ക് മാറ്റണം എന്നുള്ള പ്രാഥമിക ചിന്ത നിങ്ങൾക്ക് തന്നെ വന്ന് ആ മാറ്റം നിങ്ങൾ തന്നെ അംഗീകരിച്ചു, അത് നടപ്പിൽ വന്ന്. ശരീഅത്ത് നിയമത്തെപ്പറ്റി മുസ്ലിം പേഴ്സണൽ ലോൻ്റെ ഒരു പുസ്തകമുണ്ട്, പ്രിൻസിപ്പൽസ് ഓഫ് മുഹമ്മദൻ ലോ എന്ന് പറഞ്ഞ്. അതിൽ 15ഓളം കണക്കുകൾ ഇങ്ങനത്തെ പറഞ്ഞിട്ടുണ്ട്. അത് പ്രിൻസിപ്പൽസ് ഓഫ് മുഹമ്മദൻ ലോ ബൈമുള്ള, അത് നോക്കിയാൽ അത് കിട്ടും. പിന്നെ ഖുർആനിൽ നിന്ന് തന്നെയാണ് ഇത് മുഴുവനും വരുന്നത്. അത് അതിലിങ്ങനെ വീണ്ടും വീണ്ടും നോക്കിയാൽ ഓരോരുത്തർക്ക് പറഞ്ഞത് മനസ്സിലാക്കും. പിന്നെ 2 പെൺമക്കളും ഇത്തിരി ഒരു പ്രശ്നമുണ്ട് ഖുർആനിൽ. ഒരു പെൺകുട്ടിക്ക് പകുതി സ്വത്തവകാശം, ഒന്നിലധികം പെൺകുട്ടികൾക്ക് എന്ന് അവരിപ്പോൾ പറയുന്നത്. 2-ലധികം പെൺകുട്ടികൾക്ക് 3/2. ഒരു പെൺകുട്ടിക്ക് പകുതി, 2-ലധികം പെൺകുട്ടികൾക്ക് 3/2. അപ്പോൾ 2 പെൺകുട്ടിക്ക് എന്ത് കൊടുക്കണം? അതിന് പരിഹാരമില്ല. അതിന് പരിഹാരമില്ലാതെ കണക്ക് കൂട്ടി നമുക്കത് അറിയാം. ഒരു പെൺകുട്ടിക്ക് പകുതിയും 2-ലധികം പെൺകുട്ടികൾക്ക് 3/2 ആണെങ്കിൽ 2 പെൺകുട്ടികളായാൽ അവർക്ക് 7/12 കൊടുത്താൽ മതി. അത് 2ൻ്റെ ഇടയ്ക്ക് 8/12 ആകുമ്പോൾ 3/2 ആയല്ലോ. അതിന് 7/12 കൊടുത്താൽ മതി. അതായത് പകുതിയല്ല 3/2 അല്ല, അങ്ങനെയുള്ളൊരു സംഖ്യ. അപ്പോൾ അതിന് പകരം ഇവരിത് കണക്കൂട്ടി ബുദ്ധിമുട്ടുന്നതിന് പകരം എന്ത് പറഞ്ഞു പറഞ്ഞാൽ ഈ 1-ലധികം പെൺകുട്ടിയൊക്കെ 3/2 കൊടുത്തേക്കുന്നു. മനസ്സിലായിട്ടുണ്ടാവും. ഒരു പെൺകുട്ടിക്ക് പകുതി, 2-ലധികം പെൺകുട്ടികൾക്ക് 3/2. 2 പെൺകുട്ടികൾക്ക് എത്ര? എവിടെ നിന്ന് കിട്ടും നിയമം? ഖുർആനിലുണ്ടോ? ഇല്ല. അപ്പോൾ അതിനെ നമുക്ക് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാകാം. 2ൻ്റെ ഇടയ്ക്കുള്ളൊരു കണക്ക് കൊടുത്തേച്ചാൽ മതിയെന്ന്. പകുതിയിലധികം ആവണം, 3/2 ആവാനും പാടില്ല. അപ്പോൾ 7/12 ആയാലും അത് കൊടുക്കാം. അങ്ങനെ നമുക്ക് അത് ഗസ് ചെയ്തൊരു നിയമം ഉണ്ടാക്കാം. പറയാത്തത് ഗസ് ചെയ്യാൻ പാടില്ല, ദൈവത്തിൻ്റെ ഗ്രന്ഥത്തിൽ പാടില്ല. പക്ഷെ നമ്മൾ അങ്ങനെ ഗസ് ചെയ്തുണ്ടാക്കാം. നമ്മൾ പറഞ്ഞു വന്നത് 2 പെൺകുട്ടികളുടെ അവകാശം എത്രയാണ് എന്ന് പറയാൻ, 2 പെൺകുട്ടികളുടെ ഓഹരി എത്രയാണെന്ന് പറയാൻ ഖുർആനിൽ ഒരു വ്യക്തമായ പ്രമാണമില്ല എന്നതാണ്. അപ്പോൾ 1-ലധികം പെൺകുട്ടികൾക്ക് 2-ലധികം പെൺകുട്ടികൾക്ക് പറഞ്ഞത് കൊടുക്കുകയാണ്. 2-ലധികം പെൺകുട്ടികൾക്ക് എന്ത് ഓഹരി കൊടുക്കണമോ അത് 1-ലധികം പെൺകുട്ടികൾക്ക് കൊടുക്കാമെന്ന തീരുമാനം ഉണ്ടാക്കിയതാണ്. ഖുർആനിൽ അതിനനുസരിച്ച് വാക്യമുണ്ടായിട്ടല്ല കൊടുക്കുന്നത്. അപ്പോൾ 2-ലധികം പെൺകുട്ടികൾക്ക് പറയുന്നത് 1-ലധികം പെൺകുട്ടികൾക്ക് കൊടുത്താൽ പെൺകുട്ടികളുടെ ഓഹരി വർദ്ധിക്കും. 2-ലധികം പെൺകുട്ടികൾക്ക് പറഞ്ഞ ഓഹരി 1-ലധികം പെൺകുട്ടികൾക്ക് കൊടുത്താൽ പെൺകുട്ടികളുടെ ഓഹരി കൂടും, വർദ്ധിക്കും. 2-ലധികത്തിന് പറഞ്ഞത് 1-ലധികത്തിന് കൊടുക്കുമ്പോൾ 2 കുട്ടികൾക്ക് 3 കുട്ടികളെ ഓഹരി കിട്ടും, അല്ലെങ്കിൽ അതിലധികമുള്ളതിന് കിട്ടും. അപ്പോൾ പെൺകുട്ടികളുടെ ഓഹരി വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഇവർ തന്നെ ഇപ്പോൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്നുള്ളതിലേക്കാണ് ഞാൻ വരുന്നത്. ഖുർആനിൽ 2-ലധികം പെൺകുട്ടികൾക്ക് പറഞ്ഞതാണ് 1-ലധികം പെൺകുട്ടികൾക്ക് കൊടുക്കുന്നത്. ഏറ്റവും ചുരുങ്ങിയത് 3 പെൺകുട്ടികളെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറയുന്ന ഓഹരിയാണ് ഇവർ 2 പെൺകുട്ടികളുണ്ടായാൽ കൊടുക്കുന്നത്. ഖുർആൻ 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുള്ളത് 2-ലധികം പെൺകുട്ടികൾക്ക് 3/2 എന്നാണ്. ഇപ്പം 2-ലധികം പെൺകുട്ടികൾക്ക് കൊടുക്കുന്ന അതേ ഓഹരി 1-ലധികം പെൺകുട്ടികൾക്ക് കൊടുക്കാമെങ്കിൽ അത് ഒരാൺകുട്ടിക്ക് കൊടുക്കുന്ന ഓഹരി ഒരു പെൺകുട്ടിക്കും കൊടുക്കാം. ഒരാൺകുട്ടിക്ക് കൊടുക്കുന്ന ഓഹരി പെൺകുട്ടിക്കും അപ്പോൾ കൊടുക്കാമല്ലോ. അതായത് ഈ കൊടുക്കുന്നതിൻ്റെ റേഷ്യോ ഇവർ തന്നെ തെറ്റിച്ച സ്ഥിതിക്ക് ഒരു ആൺകുട്ടിക്ക് എന്തോ ഓഹരി ഉണ്ടോ അത് തന്നെ പെൺകുട്ടിക്കും കൊടുക്കാനുള്ളൊരു തീരുമാനം എടുക്കാം. ആൺകുട്ടികളും പെൺകുട്ടികളും 2 വിഭാഗവും കൂടി ഉണ്ടാകുമ്പോൾ സ്വത്ത് ഭാഗിക്കുന്നത് നമ്മൾ പറഞ്ഞല്ലോ. 2 പെൺകുട്ടികളും ഒരാൺകുട്ടിയാണെന്ന് വെക്കുക, 2 പെൺകുട്ടികളും ഒരാൺകുട്ടിയാണ് ഉണ്ടാകുന്ന വെക്കുക. അപ്പോൾ ആണിൻ്റെ പകുതി പെണ്ണിന് എന്ന് പറഞ്ഞാൽ
25% ഒരു പെൺകുട്ടിക്കുണ്ടാകുക. 25, 50. ഒരാൺകുട്ടിയും 2 പെൺകുട്ടിയാണുള്ളതെങ്കിൽ ആൺകുട്ടിക്ക് 50%, ഒരു പെൺകുട്ടിക്ക് 25%. അപ്പോൾ ആ കേസിൽ 2 പെൺകുട്ടികൾ ഉണ്ടാകുമ്പോൾ ഒരു പെൺകുട്ടിക്ക് 25% മാത്രമേ കിട്ടുള്ളൂ, ആൺകുട്ടിക്ക് 50% കിട്ടും. ഇങ്ങനെ വരുമ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടാകുന്ന അവസരത്തിൽ 2 പെൺകുട്ടികൾക്ക് 50% കൊടുക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞത് 2-ലധികം പെൺകുട്ടികൾക്ക് 1-ലധികം പെൺകുട്ടികൾക്ക് കൊടുക്കുന്നത് 2-ലധികം പെൺകുട്ടികൾക്ക് പറഞ്ഞ ഓഹരിയാണ്. 2-ലധികം പെൺകുട്ടികൾക്ക് എന്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ, ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ, അതാണ് 1-ലധികം പെൺകുട്ടികൾക്ക് കൊടുക്കുന്നത്. അങ്ങനെ ആവുമ്പോൾ 2 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും ഉണ്ടായാൽ ആൺകുട്ടിക്ക് 50%, പെൺകുട്ടിക്ക് 25% കൊടുക്കുന്നു. ആ 25% 50%ആക്കിക്കൂടെ എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. കാരണം എന്താണ്, നേരത്തെ നിങ്ങൾ തന്നെ ഒരു പെൺകുട്ടിക്ക് പറഞ്ഞ, പെൺകുട്ടി മാത്രമുള്ള അവസരത്തിലാട്ടോ നേരത്തെ പറഞ്ഞത്, ആണും പെണ്ണും ഉണ്ടാകുന്ന അവസരത്തിലാണ് ഇപ്പോൾ പറയുന്നത്. നേരത്തെ പറഞ്ഞത് പെൺകുട്ടികൾ മാത്രമുള്ളപ്പോൾ ഒരു പെൺകുട്ടിയാണെങ്കിൽ പകുതി, 1-ലധികം പെൺകുട്ടികളാണെങ്കിൽ 3-2 എന്നാണ് ഇപ്പോൾ കൊടുത്തു വരുന്നത്. അത് ഖുർആനിൽ പറഞ്ഞത് 2-ലധികം പെൺകുട്ടികൾക്ക് കൊടുക്കുന്ന ഓഹരിയാണ് ഇപ്പോൾ ഖുർആനിൽ പറഞ്ഞത്. ഖുർആനിൽ 2-ലധികം പെൺകുട്ടികൾക്ക് പറഞ്ഞ ഓഹരിയാണ് 1-ലധികം പെൺകുട്ടികൾക്ക് ഇപ്പോൾ കൊടുക്കുന്നത്. പിന്നെ ആണും പെണ്ണും കൂടി ഉണ്ടാകുന്ന അവസരത്തിൽ പെണ്ണിന് 25%, പെൺകുട്ടിക്ക് 25%ആണ് കൊടുക്കുന്നത്, മറ്റേ പെൺകുട്ടിക്ക് 25% കിട്ടും. അവരെ കൂടെ ഉള്ള ആൺകുട്ടിക്ക് 50% കിട്ടും. ഈ 25 കൂടിയും കൂട്ടിയിട്ട് 2 പെൺകുട്ടികൾക്ക് ഒരു പെൺകുട്ടിയുടെ ഓഹരിയും കൊടുത്തുകൂടെ? 1-ലധികം പെൺകുട്ടികൾക്ക് പറഞ്ഞ, 2-ലധികം പെൺകുട്ടികൾക്ക് പറഞ്ഞ ഓഹരി 1-ലധികം പെൺകുട്ടികൾക്ക് കൊടുക്കാമെങ്കിൽ ഒരു പെൺകുട്ടിക്ക് പറഞ്ഞ 25%, 2 പെൺകുട്ടിക്ക് 50%, 2 പെൺകുട്ടിക്ക് പറഞ്ഞ 50% ഒരു പെൺകുട്ടിക്ക് കൊടുത്തുകൂടെ എന്നാണ് ചോദ്യം. 2 പെൺകുട്ടികൾക്ക് 50% വരും, ഒരു ആൺകുട്ടിയും 2 പെൺകുട്ടികളും ഉണ്ടാകുമ്പോൾ. അതിൽ 2 പെൺകുട്ടികൾക്ക് 50% വരുന്നത് ഒരു പെൺകുട്ടി ആണെങ്കിലും കൊടുത്തുകൂടെ എന്നാണ് നമുക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യം. അതായത് ഇവർ തന്നെ ഇതിനൊക്കെ ചാല് കീറി വെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത് ഒന്നായിട്ട് തരാം, എല്ലാ ചോദ്യങ്ങളും കൂടി എഴുതിയിട്ട് നിങ്ങൾ ഇങ്ങോട്ട് തന്നാൽ ഓരോന്നായിട്ട് എൻ്റെ അറിവിനനുസരിച്ച് പറയാം. എല്ലാം നിങ്ങൾ ആ സംശയമൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചാൽ മതി. എന്നാലും മറ്റേ ഞാൻ ഈ പറയുന്നതുമായിട്ട് അങ്ങനെ കൺഫ്യൂഷൻ ആക്കണ്ട വിചാരിച്ചു. കൺഫ്യൂഷൻ ആവാനിടയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഒരു ക്രമമായി പറഞ്ഞതിന് ശേഷം സംശയമുള്ളതൊക്കെ ഉന്നയിക്കാവുന്നതാണ്. ഇതെല്ലാം തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേക പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടിയാണ് ഇതിങ്ങനെ ഉപയോഗപ്പെടുത്തി വരുന്നത്. പാകിസ്ഥാൻ്റെ ജനയിതാവ്, അവിടുത്തെ ആദ്യത്തെ പ്രസിഡൻ്റായിരുന്ന മുഹമ്മദ് അലി ജിന്ന, അദ്ദേഹത്തിന് നല്ല പുരോഗമന കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ശരീഅത്ത് നിയമങ്ങളിൽ മാറ്റം വേണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. അദ്ദേഹം വിവാഹം കഴിച്ചത് പാർസിയായ ഒരു സ്ത്രീയെയാണ്. ഇസ്ലാം മതത്തിൽപ്പെടാത്ത പാർസിയായ ഒരു സ്ത്രീയായിരുന്നു മുഹമ്മദ് അലി ജിന്ന കല്യാണം കഴിച്ചത്. അതിനെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹത്തെപ്പറ്റി പിന്നെ അദ്ദേഹത്തെ കായിദെ അസം എന്ന് പറഞ്ഞ് പൊക്കി നടക്കുന്ന അവസരത്തിൽ അവർ പണ്ഡിതൻ ചോദിക്കുകയുണ്ടായി, മതപണ്ഡിതൻ, ഏക്ക് കാഫിർ കെ വാസ്തെ ഇസ്ലാം കോ ചോടാ, ഏക്ക് കാഫിർ കെ വാസ്തെ ഇസ്ലാം കോ ചോടാ, യേ കായിദെ അസം ഹേ യാ കാഫിർ അസം. ഒരു കാഫിറായ പെണ്ണിന് വേണ്ടിയിട്ട് ഇസ്ലാം മതത്തെ വലിച്ചെറിഞ്ഞ അയാൾ കായിദെ അസമാണോ, വലിയ നേതാവാണോ, അതല്ല കാഫിർ അസം, വലിയ കാഫിറാണോ എന്ന്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മതത്തിൻ്റെ ഒരാചാരങ്ങളും അദ്ദേഹം അനുഷ്ഠിച്ചിരുന്നില്ല. ഏതോ ഒരു പ്രാദേശിക അസംബ്ലിയിൽ സത്യപ്രതിജ്ഞ ചെല്ലാൻ മാത്രമാണ് അദ്ദേഹം ഖുർആൻ കൈകൊണ്ട് തൊട്ടത്. പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കാൻ വേണ്ടി ഒതു എടുക്കാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ ഒതു എടുക്കാൻ അറിയില്ല. ഒതു എന്ന് പറഞ്ഞാൽ അംഗശുദ്ധി വരുത്തൽ, നിസ്കാരത്തിൻ്റെ മുമ്പ് അംഗശുദ്ധി വരുത്തുന്നുണ്ട്. അതിന് ചില ക്രമങ്ങളൊക്കെ ഉണ്ട്. കൈ കഴുകുക, മുഖം കഴുകുക, അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് കഴുകുമ്പോൾ ഇയാൾ കൈ ഇങ്ങനെ കഴുകിയിട്ട് ചോദിച്ചു, വാട്ട് ഈസ് നെക്സ്റ്റ്,
ഇനി എന്താണ്? അങ്ങനെയുള്ള ആളാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു ദുർബല നിമിഷത്തിൽ, ഒരു കിരാല കാലഘട്ടത്തിൽ മരത്തിൻ്റെ മേലങ്കി എടുത്ത് എണിഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിച്ചത്. അപ്പോൾ പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിച്ച് അദ്ദേഹം രാഷ്ട്രീയ ആവശ്യം സഫലീകരിച്ചു. അന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഹസ്തേ ഹസ്തേ പാകിസ്ഥാൻ, ലഡ്തേ ലഡ്തേ ഹിന്ദുസ്ഥാൻ, ചിരിച്ച് ചിരിച്ച് പാകിസ്ഥാൻ ഉണ്ടാക്കിയിരിക്കുന്നു. ഇനി നമ്മൾ സമരം ചെയ്ത് ഹിന്ദുസ്ഥാൻ ഉണ്ടാക്കും. അതാണ് ലഡ്തേ ലഡ്തേ ഹിന്ദുസ്ഥാൻ. അപ്പം സമരം ചെയ്ത് ഇന്ത്യ രാജ്യത്തിൽ ശരീഅത്ത് നിയമം നടപ്പിലാക്കാനുള്ള മാർഗങ്ങളാണ് ഇന്നത്തെ മുസ്ലിം മതമൗലിക കക്ഷികൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കറിയാം ഇത് നിയമം സ്ത്രീകൾക്ക് മോശമാണ്, അവർക്കും പങ്ങന്മാരും പെൺമക്കളൊക്കെ ഉള്ളതല്ലേ, അത് പഠിക്കാൻ സാധിക്കുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഇത് ഹാനികരമാണെന്ന് അവർക്കറിയാം. സ്വത്തിലെ ഈ വിവേചനങ്ങൾ അവസാനിപ്പിക്കണമെന്നും വിവാഹമോചനം തോന്നിയ മാതിരി പാടില്ലെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അത് മുസ്ലിം ലീഗിൻ്റെ നേതാവ് മുനീർ തന്നെ കോഴിക്കോട്ടെന്ന് പറഞ്ഞു, ഞങ്ങൾക്കതൊക്കെ അറിയാം, അതൊക്കെ വേണമെന്ന്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ അത് പറ്റൂലാന്ന്. ഇന്നത്തെ സാഹചര്യത്തിൽ പറ്റൂലാന്ന്. ഒരു കാലത്തും സാഹചര്യം മാറി വരില്ല. കാരണം ഇവർക്ക് രാഷ്ട്രീയ അഭിലാഷങ്ങൾ ഉണ്ടെങ്കിൽ അത് പൂവണിയണമെങ്കിൽ അന്ധരായ ഈ ആളുകളെ കൂട്ടിക്കെട്ടി കൊണ്ടു നടന്നേ മതിയാവും. അതാണ് അവരുടെ താല്പര്യം. അപ്പോൾ ഈ അഴുക്ക്, തെറ്റായ ഈ നിയമങ്ങൾ, ഈ കാര്യങ്ങൾ അങ്ങനെ തന്നെ അവിടെ നിൽക്കട്ടെ. ബാക്കിയുള്ളത് നമുക്ക് പിന്നീട് ക്രമേണ അടിച്ചോ കൊന്നോ കൈവെട്ടിയോ എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കാം എന്നുള്ള ഒരു കണക്ക് കൂട്ടലാണ് ഇവരെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ സംഗ്രഹം ഒരിക്കൽ കൂടി ഞാൻ പറയാം. മുസ്ലിം വ്യക്തി നിയമം എന്ന് പറഞ്ഞ നിയമം 1937 വന്നു. ആ നിയമപ്രകാരം മുസ്ലിം പുരുഷന് ഒരേ അവസരം 4 ഭാര്യമാരെ വെച്ചിരിക്കാം. ഇങ്ങനെയുള്ള ഭാര്യമാരിൽ ആരെയും എപ്പോൾ വേണമെങ്കിലും ഒഴിവാക്കാം. ഇങ്ങനെ ഒഴിവാക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് അവരറിയണമെന്നില്ല, അതിനൊരു രേഖ ഉണ്ടാവേണ്ടയില്ല, ഒന്നും ആവശ്യമില്ല. അത് ചോദിച്ചാൽ പറയും ഖുർആനിൽ അങ്ങനെ ഉണ്ടോ, ഹദീസിൽ ഇങ്ങനല്ലേ എന്നൊക്കെ. നമ്മളൊക്കെ അതല്ല പ്രശ്നം. നമ്മളെ നിയമത്തിൽ ഇതൊക്കെ രേഖപ്പെടുത്തിയിരിക്കണം. നിയമം നിഷ്കൃഷ്ടമായി പറഞ്ഞിരിക്കണം. ഖുർആനിൽ എന്തുണ്ടാവട്ടെ, നബിവചനത്തിൽ എന്തുണ്ടാവട്ടെ, അതല്ല പ്രശ്നം. നമ്മുടെ നാട്ടിൽ നടക്കുന്ന നിയമം മനുഷ്യൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളെ കണ്ടുകൊണ്ടായിരിക്കണം. അതിനനുസരിച്ച് നിയമത്തിൽ ഭേദഗതി വരുത്തണം. അതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. പിന്നെ പിന്തുടർച്ചാവകാശം പറയുന്ന അവസരത്തിൽ ഞാൻ വിട്ട ഒരു കാര്യം കൂടി പറയാം. മുമ്പേ മരിച്ച മക്കളുടെ മക്കൾക്ക് സ്വത്തവകാശമില്ല. ഒരാൾ മരിക്കുന്നതിന് മുമ്പ് അയാളുടെ മക്കൾ ആരെങ്കിലും ഒന്ന് മരിച്ചു പോയാൽ പിന്നെ ഇയാൾക്കൊരാമക്കളുണ്ടെങ്കിൽ, ജീവിച്ചിരിക്കുന്ന ഒരാൺമക്കൾ ഉണ്ടെങ്കിൽ പിന്നെ സ്വത്തവകാശം മറ്റേ കുട്ടികൾക്കില്ല, മരിച്ച മക്കളെ മക്കൾക്കില്ല. അതിലും മരിച്ച മക്കളെന്ന് പറഞ്ഞാൽ ആ മക്കളെ മക്കൾക്ക് ചിലപ്പോഴൊക്കെ കിട്ടാൻ വകണ്ട്, പെമ്മക്കളെ മക്കൾക്ക് തീരെ കിട്ടില്ല. അതും വലിയൊരു അനീതിയാണ് പിന്തുടർച്ചയിലെ. അനേകം കുടുംബങ്ങളിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ മദ്രസയിൽ അധ്യാപകനായി ജോലി ചെയ്യുമ്പോൾ അവിടെ 2 കുട്ടികൾ വരുമായിരുന്നു. അപ്പോൾ അവരെ ചൂണ്ടി പലരും പറയും ഈ കുട്ടികൾ ഇന്ന കുടുംബത്തിൽ നിന്ന് വരുന്നതാണ്, അവിടുത്തെ സമ്പന്ന കുടുംബമാണത്. പക്ഷേ ഇവരെ ബാപ്പ നേരത്തെ ക്യാൻസർ പിടിച്ച് മദ്രാസിൽ മരിച്ചുപോയി, അതുകൊണ്ട് ഇവർക്ക് സ്വത്തൊന്നും കിട്ടാൻ വകയില്ല എന്ന് പറഞ്ഞു. അക്കാലത്ത് എനിക്കതൊന്നും ഒരു പ്രശ്നമായി തോന്നിയില്ല. കാരണം മതത്തോടുള്ള ഗാഢമായ ഇത് നമുക്ക് എല്ലാ കാര്യങ്ങളും ദൈവം തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്, അതങ്ങനെയൊക്കെ അങ്ങ് നടക്കും എന്നൊക്കെ ഉള്ളൊരു ചിന്താഗതി. പിൽക്കാലത്ത് സാമൂഹ്യ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി യുക്തിവാദമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടപ്പോഴാണ് ഇതിൻ്റെ ഒരു ആഴം മനസ്സിലായത്. അപ്പോൾ നമ്മളെ ജസ്റ്റിസ് വി.ആർ. കൃഷ്ണയ്യർ, അന്തരിച്ച നിയമപണ്ഡിതൻ വി.ആർ. കൃഷ്ണയ്യർ നിയമം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനൊക്കെ. അദ്ദേഹത്തെ നിയമപരിഷ്കാര കമ്മീഷൻ ചെയർമാനായിട്ട് നമ്മളവിടെ പോയെന്ന് തോന്നുന്നുണ്ട്. അദ്ദേഹത്തെ നിയമപരിഷ്കാര കമ്മീഷനായിട്ട് ഗവൺമെൻറ്, അച്യുതാനന്ദൻ്റെ ഗവൺമെൻറ് നിയമിച്ചിരുന്നു. 12 അംഗ നിയമപരിഷ്കാര കമ്മീഷൻ, അതിൻ്റെ ചെയർമാനായിരുന്നു വി.ആർ. കൃഷ്ണയ്യർ. അദ്ദേഹം 104 നിയമങ്ങൾ അതിൻ്റെ കരട് രൂപീകരിച്ചു, എഴുതി ഉണ്ടാക്കിയിട്ട് അന്നത്തെ നിയമകാര്യമന്ത്രിയായ വിജയകുമാറിൻ്റെ പക്കൽ എറണാകുളത്തെ ടൂറിസ്റ്റ് ഹോമിൽ വെച്ച് കൊടുത്തു, ഭാരത് ടൂറിസ്റ്റ് ഹോമിൽ വെച്ചിട്ട്. അത് ഇപ്പോഴും നമ്മുടെ നിയമ വകുപ്പിൻ്റെ കീഴിൽ കിടക്കുകയാണ്.
ചുവപ്പ് നാട ഇതിൽ ഒതുങ്ങിക്കിടക്കുകയാണത്. ഈ പറഞ്ഞ എല്ലാ പ്രശ്നവും, ഈ 3 പ്രശ്നം ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞ 3 പ്രശ്നം, വിവാഹത്തിൻ്റെ കാര്യമായാലും വിവാഹമോചനത്തിൻ്റെ കാര്യമായാലും സ്വത്തവകാശത്തിൻ്റെ കാര്യമായാലും കേരള ഗവൺമെൻറ്റിന് ചെയ്യാവുന്നതേ ഉള്ളൂ. കേരള സംസ്ഥാനത്ത് മാത്രം നടപ്പിലാക്കാവുന്ന നിയമങ്ങൾ പാസ്സാക്കാൻ ഇവിടുത്തെ നിയമസഭയ്ക്ക് അധികാരമുണ്ട്. അത് വി ആർ കൃഷ്ണയ്യർ കരട് രേഖ എഴുതി കൊടുത്തിട്ടുണ്ട്. അതിൽ പറയുന്നുണ്ട്, മുസ്ലിം സമുദായത്തിലെ മരിച്ച മക്കൾക്ക് സ്വത്ത് കൊടുക്കാൻ വേണ്ടി വസിയത്ത് അവകാശമായി കൊടുത്താൽ മതിയെന്ന്. വസിയത്ത് അവകാശം എന്ന് പറഞ്ഞാൽ നിലവിലുള്ള അവകാശ പട്ടികയ്ക്കൊന്നും മാറ്റം വരാതെ തന്നെ ഇവർക്ക് പ്രത്യേകമായി സ്വത്ത് വസിയത്ത് ചെയ്യുക. അത് വസിയത്ത് ചെയ്തിട്ടില്ലെങ്കിൽ വസിയത്ത് ചെയ്തതായി പരിഗണിക്കുക, എന്നിട്ട് കൊടുക്കുക. അപ്പോൾ ഇവരുടെ ശരീഅത്ത് പറഞ്ഞിട്ടുള്ള അവകാശ പട്ടികയ്ക്ക് കുഴപ്പമില്ല, ഇവർക്ക് സ്വത്ത് കിട്ടുകയും ചെയ്തു. ആ രീതിയിൽ കൃഷ്ണയ്യർ നിയമം എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ ചെയ്യുന്നതിനെന്താ കുഴപ്പം? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ ഗവൺമെൻറ് ഇവിടെ ചെയ്യാവുന്ന കാര്യം ചെയ്യാതെ ഡൽഹിയിലേക്ക് നോക്കുകയും അവരാണ് അതിന് ഉത്തരവാദി എന്ന് പറയുകയും അവരെന്തെങ്കിലും ചെയ്യാൻ നോക്കിയാൽ അതിന് തടയിടാൻ നോക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് നമ്മളിന്ന് കണ്ടുവരുന്നത്. ഇവിടെ തന്നെ കേരള സംസ്ഥാനത്ത് ചെയ്യാൻ കഴിയുന്ന കാര്യമാണിത് എന്നതിന് ഒരു തെളിവ് കൂടി, അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒരു കാര്യം ഞാൻ പറയാം. കണ്ണൂർ വിമാനത്താവളം, ഈ അടുത്ത് കണ്ണൂർ വിമാനത്താവളത്തിന് വേണ്ടിയിട്ട് തലശ്ശേരി താലൂക്കിലെ കിഴല്ലൂർ വില്ലേജിൽ, അവിടെ നിന്ന് എടുത്ത സ്ഥലം, തലശ്ശേരി താലൂക്കിലെ കിഴല്ലൂർ വില്ലേജിൽ നിന്ന് എടുത്ത സ്ഥലത്ത് ഒരു അവകാശ പ്രശ്നം ഉന്നയിക്കുകയുണ്ടായി ഒരാൾ. അതെന്താണ് ആ പ്രശ്നം എന്ന് പറഞ്ഞാൽ, അവിടെ മരിച്ചുപോയ ഒരു രവീന്ദ്രൻ നായരുടെ സ്വത്തിൽ നിന്ന് രവീന്ദ്രൻ നായരുടെ അമ്മക്ക് അവകാശം കിട്ടി. രവീന്ദ്രൻ നായർ മരിച്ചു. ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമം 1956 പ്രകാരം മരിച്ച മകൻ്റെ സ്വത്തിൽ അമ്മയ്ക്കുള്ള അവകാശം. രവീന്ദ്രൻ നായർ മരിച്ചപ്പോൾ രവീന്ദ്രൻ നായരുടെ അമ്മയ്ക്കൊരവകാശം വന്നു. രവീന്ദ്രൻ നായരുടെ ഭാര്യയെപ്പോലെ, രവീന്ദ്രൻ നായരുടെ മക്കളെപ്പോലെ രവീന്ദ്രൻ നായരുടെ അമ്മയ്ക്കൊരവകാശം വന്നു. മുസ്ലിം സമുദായത്തിലാണെങ്കിൽ അങ്ങനെ അവകാശമില്ല. അമ്മയ്ക്ക് വരുന്നത് പോയിട്ട് ഭാര്യയ്ക്കും മക്കൾക്ക് പോലും അവകാശമില്ല. ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമം 1956 പ്രകാരം രവീന്ദ്രൻ നായരുടെ സ്വത്തിൽ രവീന്ദ്രൻ നായരുടെ അമ്മയ്ക്ക് ഒരവകാശം വന്നു. രവീന്ദ്രൻ നായർ അമ്മയ്ക്ക് മുമ്പേ മരിച്ചു പോയിരിക്കുന്നു. വിമാനത്താവളത്തിന് എടുത്ത സ്ഥലം, വിമാനത്താവളത്തിന് അക്വയർ ചെയ്ത സ്ഥലത്തിൽ നിന്ന് കിട്ടിയ പൈസയാണിത്. അപ്പോൾ അവിടെ രവീന്ദ്രൻ നായരുടെ കുടുംബത്തിലുള്ള ആൾ തന്നെ പറഞ്ഞു, ഈ മക്കൾക്ക് മാത്രമാണ് ഈ പൈസ കൊടുക്കേണ്ടത്. വിമാനത്താവളത്തിന് അക്വയർ ചെയ്ത് കിട്ടിയിട്ടുള്ള പൈസ രവീന്ദ്രൻ നായരുടെ ഭാര്യയ്ക്കും മക്കൾക്കും മാത്രമാണ് കൊടുക്കേണ്ടത്. അമ്മയ്ക്കിത് കൊടുക്കാൻ പാടില്ല. അമ്മ ആദ്യമേ തന്നെ ഈ സ്വത്ത് കൊടുത്തുപോയതാണ്, കൈവച്ചു പോയതാണ് മക്കൾക്ക്. അമ്മ രവീന്ദ്രൻ നായർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എഴുതി കൊടുത്തു പോയതാണ് ഈ സ്വത്ത്. വീണ്ടും ഈ മകൻ നേരത്തെ മരിച്ചുപോയത് കൊണ്ട് ഈ രവീന്ദ്രൻ നായരുടെ അമ്മയ്ക്ക് ഇതിലൊരു അവകാശം വന്നു. ആ അവകാശം രവീന്ദ്രൻ നായരുടെ അമ്മ എടുക്കരുത്. അമ്മ എടുത്താൽ എന്താ ഫലം? രവീന്ദ്രൻ നായരുടെ സഹോദരന്മാരായ മറ്റുള്ളവർക്കും കൂടി ഈ അമ്മയുടെ വിഹിതം പോവും. അത് രവീന്ദ്രൻ നായരുടെ ഭാര്യയ്ക്കും മക്കൾക്കും മാത്രമേ കിട്ടാൻ പാടുള്ളൂ എന്ന് നിർബന്ധിച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കാര്യം. അങ്ങനെ വന്നപ്പോൾ കേരള സംസ്ഥാനത്ത് ബിൽ നമ്പർ 333 2015 ഡിസംബറിൽ നിയമസഭ പാസാക്കി. 2009 വി ആർ കൃഷ്ണയ്യർ ഇതേ വിഷയത്തിൽ മുസ്ലിങ്ങളുടെ കാര്യത്തിൽ കൊടുത്ത നിയമം സംസ്ഥാനത്ത് അടങ്ങിക്കിടക്കുമ്പോൾ പുതിയ പ്രശ്നം ഹിന്ദുക്കളുടെ കാര്യത്തിൽ സർക്കാർ ചെയ്തു. ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമത്തിന് കേരള ഭേദഗതി എന്നും പറഞ്ഞൊരു ഭേദഗതി കൊണ്ടുവന്നു. ബിൽ നമ്പർ 33 പാസാക്കി. പാസ്സാക്കുമ്പോൾ നിയമസഭയിൽ ഭരണകക്ഷിയാവട്ടെ പ്രതിപക്ഷമാവട്ടെ ഒരക്ഷരം പറഞ്ഞില്ല. ഈ വിഷയം ശ്രദ്ധിക്കുന്ന എന്നെപ്പോലത്തെ ആളുകൾക്ക് മാത്രമേ ഇത് അറിയുക പോലും ഉള്ളൂ. പിന്നെ ഈ കാര്യം ഗോവിന്ദൻ നമ്പ്യാർ എന്ന് പറഞ്ഞ ഒരു നമ്പ്യാർ ഈ പ്രശ്നമായിട്ട് മെനക്കെടുകയാണ്. അയാളുടെ മെനക്കെടാണ്. അയാൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും അയച്ചു, കേന്ദ്രത്തിന് അയച്ചു. അങ്ങനെയൊക്കെ വന്നിട്ട് അവസാനം സ്റ്റേറ്റ് നിയമസഭ ഇത് പാസ്സാക്കി. അപ്പം നമ്മളെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നമ്മുടെ സംസ്ഥാനം തന്നെ മതി, നമ്മുടെ സംസ്ഥാനത്തെ നിയമസഭ തന്നെ മതി. സംസ്ഥാനത്തെ നിയമസഭയ്ക്ക് ഇതൊക്കെ അധികാരമുണ്ട്. ഈ അധികാരമുള്ള കാര്യം ചെയ്യാതെയാണ് മുമ്പേ മരിച്ച മക്കളുടെ മക്കൾക്ക് സ്വത്ത് കൊടുക്കാത്തതും പിന്തുടർച്ചാവകാശത്തിൽ വിവേചനം നിൽക്കുന്നതും. വിവാഹം രജിസ്ട്രേഷൻ വേണമെന്ന് നിർബന്ധം വന്നപ്പോൾ അത് ചെയ്തില്ലേ? സുപ്രീം കോടതി പറഞ്ഞു എല്ലാ വിവാഹം രജിസ്റ്റർ ചെയ്യണമെന്ന്.
ഇപ്പം എല്ലാ തലയെക്കെട്ടുകാരെയും വിളിച്ചു വരുത്തിയിട്ട് അവരെ കൊണ്ട് സമ്മതം വാങ്ങി പള്ളിയിൽ കൂടെ നടന്ന വിവാഹത്തിൻ്റെ സർട്ടിഫിക്കറ്റുമായിട്ട് പഞ്ചായത്തിൽ ചെന്ന് രജിസ്റ്റർ ചെയ്തേ മതിയാവൂ എന്ന് പറഞ്ഞ് അതെന്തേ സമ്മതിച്ചു കൊടുത്ത്? അതുപോലെ എന്തുകൊണ്ട് ചെയ്തുകൂടാ? വിവാഹപ്രായം 18 തന്നെ ആക്കണം എന്ന് പറഞ്ഞാൽ വിവാഹപ്രായത്തിന് മതത്തിൽ നിയമമുണ്ടോ? ഇപ്പം 18 എന്നുള്ള നിയമം വന്നില്ലേ? തസവ്വജനിൻ നബിയു ആന ബിന്ദു സിത്തിസിനിയൻ. ഞാൻ 6 വയസ്സുള്ള കാലത്താണ്, ഞാൻ 6 വയസ്സിൻ്റെ മകളായ കാലത്താണ് നബി എന്നെ കല്യാണം കഴിച്ചതെന്നാണ്. പ്രവാചകൻ്റെ കല്യാണം, ആയിഷയെ നബി കല്യാണം കഴിക്കുമ്പോൾ അവർക്ക് 6 വയസ്സായിരുന്നു പ്രായം. അതുകൊണ്ട് ഒരു വിവാഹപ്രായം നിശ്ചയിക്കാനേ പാടില്ല എന്ന് പറഞ്ഞ ആളുകളൊക്കെ പത്തിമടക്കി 18 വയസ്സിനെ സമ്മതിച്ചു കൊടുത്തില്ലേ? അതുപോലെ എന്തുകൊണ്ട് ആർജവം സർക്കാരിന് കാണിച്ചുകൂടാ? എന്തുകൊണ്ട് നിയമനിർമ്മാണത്തിന് മുന്നോട്ട് വന്നുകൂടാ? ഇതാണ് എനിക്ക് ഇത് സംബന്ധിച്ച് കാര്യമായിട്ട് പറയാനുള്ളത്. നമ്മൾ ഇത്തരം കാര്യങ്ങൾ സർക്കാരിനെ കൊണ്ട് ചെയ്യിക്കാനുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം. ഇനി എന്തെങ്കിലും സംശയങ്ങൾക്കുള്ള അവസരമാക്കി ഞാൻ മാറ്റുകയാണ്. സന്തോഷം. ശിവപ്രസാദിൻ്റെ ചോദ്യം, പകുതി സ്വത്ത് ഒരു മകൾക്ക് കൊടുത്താൽ ബാക്കി പകുതി എന്തു ചെയ്യും? ഞാൻ ഉദ്ദേശിച്ചത് വിവേചനത്തിൻ്റെ ഒരു പട്ടിക നിരത്തുക എന്നതായിരുന്നു. അതുകൊണ്ട് മകൾക്ക് പകുതിയെ കിട്ടും എന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി മകൾ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ഒരാൾ മരിച്ചുപോയി, അയാൾക്ക് അടുത്ത മറ്റു ബന്ധുക്കളൊന്നുമില്ല, മകൾ മാത്രമേ ഉള്ളൂ. ഈ സാഹചര്യത്തിൽ ഈ സ്വത്ത് ചെയ്യുന്നത് ഖുർആനിൽ അതിന് നിയമമില്ല. അൻസൽനാ ഇലൈക്കൽ കിതാബ തിബിയാനൻ ലിക്കുല്ലി ഷൈഇൻ, എല്ലാ കാര്യവും വിവരിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നു എന്നാണ് ഖുർആനിൽ പറയുന്നത്. ഈ മകൾ മാത്രമുള്ള കേസിൽ ബാക്കി സ്വത്ത് ആർക്ക് കൊടുക്കുമെന്ന് ചോദിച്ചാൽ ഖുർആനിൽ നിയമമില്ല. പിന്നെ ഇവരെല്ലാം കൂടി ഒരു നിയമം ഉണ്ടാക്കി വീണ്ടും ഈ മകൾക്ക് തന്നെ കൊടുത്തേക്കാം. അതെല്ലാവരും കൂടി ഉണ്ടാക്കിയ നിയമമാണ്. അതിന് റദ്ദ് എന്നാ പറയുക. റദ്ദ്, വീണ്ടും കൊടുക്കൽ. 2ാം ഗഡു, 1ാം ഗഡു കൊടുത്തിട്ട് അത് പിന്നെ 2ാം ഗഡു ബാക്കി വാങ്ങാൻ ആളില്ല, ഞാൻ 2ാം ഗഡുവായിട്ട് ഈ മകൾക്ക് തന്നെ കൊടുക്കുക. അതാണ് അതിലുള്ള നിയമം. ഇനി ഈ കേസിലാണ് നിൽക്കുക. പകുതി കഴിഞ്ഞിട്ട് ബാപ്പയും ഉമ്മയുണ്ട്. മരിച്ച ആൾക്ക് ബാപ്പുണ്ട്, ഉമ്മയുണ്ട്. പകുതി സ്വത്ത് മകൾക്ക് കൊടുത്തു. പിന്നെ പകുതിയിൽ 1/6 മകളുള്ള കേസായതുകൊണ്ട് മൊത്തം സ്വത്തിൻ്റെ 1/6 ഉമ്മാക്ക് കൊടുക്കും. പകുതി എന്ന് പറഞ്ഞത് 3ആണല്ലോ, 6ൽ 3 പോയില്ലേ? പിന്നെ ഉമ്മാക്ക് 6/1, അപ്പം 4ആയി. പിന്നെ ബാക്കി 2 ഉണ്ടാവും. ആ 2 ഈ ബാപ്പാക്ക് കൊടുക്കും. ആണെന്നുള്ള മുൻഗണന നൽകിക്കൊണ്ട് ബാപ്പാക്ക് കൊടുക്കും. അതായത് ഈ ഒരു മകളുണ്ട്, ഉമ്മയുണ്ട്, ബാപ്പയുണ്ട്. അത്തരം കേസിൽ മകൾക്ക് പകുതി കൊടുക്കുന്നു, ബാക്കി 6/1 ഉമ്മാക്ക് കൊടുക്കുന്നു. ബാക്കിയിൽ നിന്ന് 6/1, ബാക്കിയിൽ നിന്നല്ല, മൊത്തം സ്വത്തിൽ നിന്ന് 6/1 അത് കൊടുക്കുന്നു. പിന്നെ 6/2 ബാപ്പാക്കും കൊടുക്കുന്നു. അങ്ങനെയാണ് ആ തീരുമാനം. ഇനി അതല്ലാത്ത ആളുകളുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒരുപാട് കാര്യങ്ങൾ അവാന്തരമായി വരുന്നുണ്ട്. അവകാശികളില്ലാഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ വീണ്ടും കൊടുക്കുക എന്നുള്ളതാണ് ഇന്ന് സ്വീകരിച്ചു വരുന്ന രീതി. ഈ പിന്തുടർച്ചാവകാശ നിയമം എന്ന് പറഞ്ഞാൽ അതാർക്കും അറിയില്ല. ഇവിടെ തന്നെ നമ്മൾ ഈ ശരീരത്തിനെ സംബന്ധിച്ച് ഇപ്പം നല്ല അവഗാഹമുള്ള ആളുകൾ 1-2 ആൾ സംസാരിച്ചു. അവർക്ക് ഇതറിയില്ല, അതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ ഈ പറഞ്ഞതിനെയും ഗണ്ണിക്കും. അത് അതിൻ്റെ ഒരു ഗണ്ണന ഉണ്ടായില്ല, വിഷയം അറിയില്ല എന്നുള്ളതാണ് അതിന് കാരണം. ഇത് വളരെ സങ്കീർണമാണ്. നിങ്ങൾ മതപണ്ഡിതന്മാരാണെന്ന് വിചാരിക്കുന്ന ഒരാളെ വിളിച്ച് ഇരുത്തിയിട്ട് ഒരു സാഹചര്യം ചോദിച്ചു നോക്ക്, നമ്മൾ എന്താ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇങ്ങനെ ഒരാൾ മരിച്ചിട്ടുണ്ട്, ഇത്രയും ബന്ധുക്കളാണല്ലോ, എങ്ങനെ വായിക്കണം എന്ന് വെച്ചാൽ അറിയില്ല. ഞങ്ങളുടെ നാട്ടിലെ തന്നെ കാളിയരുടെ ഒരു മകൻ മരിച്ചുപോയി. കാളിയരുടെ ഒരു മകൻ മരിച്ച് അയാൾക്ക് പെൺമക്കളുണ്ട്. അപ്പോൾ മരിച്ച മകന് സ്വത്തില്ല എന്നാണ് വിചാരം. മരിച്ച മകൻ്റെ മക്കൾക്ക് സ്വത്തില്ല എന്നാണ്. അതിന് പ്രാഥമികമായി അങ്ങനെ വിചാരിക്കുക, മരിച്ച മകൻ്റെ മക്കൾക്ക് സ്വത്തുണ്ടാവില്ല. അപ്പോൾ ഇയാൾക്ക് ബാക്കിയുള്ള മക്കൾ പെൺമക്കളായതുകൊണ്ട് മരിച്ച മകൻ്റെ മക്കൾക്ക് സ്വത്തുണ്ട്. ബാക്കി 2 പെൺകുട്ടികളായിരുന്നുള്ളത്. അവരെ 3-2 കഴിച്ച് ബാക്കിയുള്ളത് ഇങ്ങോട്ട് പോകും, ഈ മരിച്ച മകൻ്റെ മക്കൾക്ക് പോകും. സാധാരണയിൽ മരിച്ച മകൻ്റെ മക്കൾക്ക് സ്വത്തില്ല എന്നുള്ള പൊതു അറിവാണുള്ളത്. ആ പൊതു അറിവ് അനുസരിച്ചിട്ട് കാളിയറെ സ്വത്ത് വായിക്കാൻ കഴിഞ്ഞിട്ടില്ല, തെറ്റിപ്പോയിട്ടുണ്ട്. ഇത് ആധാരം എഴുതുന്ന ആളുകളൊക്കെ പറയുന്നതാണ് കുഞ്ഞുമായും കുട്ടിക്ക് അവകാശപ്പെട്ടത് മുഴുവനും എന്നാണ് പറയുന്നത്. കുഞ്ഞുമായും കുട്ടിക്ക് എന്താ അവകാശം എന്നുള്ളതില്ല. ഇതല്ല, പെമ്മക്കൾക്ക് സ്വത്തില്ല എന്ന് പറഞ്ഞിട്ട് സ്വത്ത് കിട്ടുന്ന ചില അവസരങ്ങളിൽ പോലും പെമ്മക്കൾക്ക് സ്വത്ത് കൊടുക്കാതെ ആധാരം എഴുതുന്നുണ്ട്. അവർക്കതറിയില്ല എങ്ങനെ എഴുതേണ്ടതെന്ന്.
അപ്പോൾ എന്നോട് പറഞ്ഞു, മാഷേ അങ്ങനെ ചെയ്യുക, ഇതെല്ലാം കൂടി അവർക്ക് എന്തൊക്കെ അവകാശമുണ്ടോ അതൊക്കെ എന്ന് പറഞ്ഞ് ഞങ്ങൾ എഴുതലാണ്. എന്തൊക്കെ അവകാശമുണ്ടോ അതൊക്കെ എന്ന് പറഞ്ഞ് എഴുതുകയാണ്. അപ്പോൾ ഇത് പഠിച്ചിട്ടില്ല അധികം ആളും, അതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ നിങ്ങളെ ഇത് തീർന്നോ? 3/2 ഏതായാലും ഇങ്ങനെ തന്നെ. ബാക്കിയുണ്ടെങ്കിൽ അവർക്ക് തന്നെ കൊടുക്കും, അല്ലെങ്കിൽ അതിന് ഉമ്മ ബാപ്പ ഇതുപോലെയുള്ള ഭർത്താവ് ഇങ്ങനെയുള്ള അവകാശികൾ ഉണ്ടാകുമ്പോൾ അവർക്കൊക്കെ കൊടുക്കും എന്നാണ് അതിൻ്റെ നിയമം. ഹബീബ് റസൂൽ പറഞ്ഞത് ഭാര്യ ഭർത്താക്കന്മാർ ഖുർആൻ സത്യവും ഹദീസ് കളവും എന്നാണ്, അല്ലേ? അപ്പോൾ ഹദീസ് ജയകുമാർ, ഞാനൊരു 10-20 വർഷം 25 വർഷം മുമ്പ് വന്നപ്പോൾ ജയകുമാർ എനിക്കൊരു ബുഖാരിയുടെ പരിഭാഷ തന്നു. ബുഖാരി, സഹീഹുൽ ബുഖാരി CN അഹമ്മദ്. അതിൽ അദ്ദേഹം കുറേ ഹദീസുകൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഹദീസുകളൊക്കെ ഞാൻ പരിശോധിച്ച് നോക്കുമ്പോൾ സമാനമായതൊക്കെ ഖുർആനിലുണ്ട്. അപ്പോൾ പിന്നെ ഒന്ന് ശരി ഒന്ന് തെറ്റെന്ന് പറയുന്നത് അതിൽ വലിയ അർത്ഥമില്ല. CN അഹമ്മദ് മൗലവി ബഹുമാനപ്പെട്ട ചേകനൂർ മൗലവി പറഞ്ഞത് ഹദീസ് നുണയാണ്, അത് അബൂ ഹുറൈറയും കൂട്ടരും ഉണ്ടാക്കി തീർത്ത കള്ളമാണെന്നാണ്. അദ്ദേഹത്തെ നമ്മൾ ആദരിക്കുന്നു. പൊതു സിവിൽ കോഡ് വേണമെന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് 1970 ഇസ്ലാം ആൻഡ് മോഡേണൈസ് സൊസൈറ്റി എന്ന് പറഞ്ഞ സൊസൈറ്റി ഉണ്ടാക്കി അതിനുവേണ്ടി വാദിച്ച ആളാണ്. അദ്ദേഹം തന്നെയാണ് അന്നത്തെ പ്രസിഡൻ്റായിരുന്ന BV ഗിരി കോട്ടക്കൽ വന്നപ്പോൾ അവിടെ പോയി അദ്ദേഹത്തിന് പൊതു സിവിൽ കോഡിലേക്ക് നയിക്കുന്ന പരിഷ്കാരങ്ങൾ ഇതിൽ വരുത്തണം എന്ന് പറഞ്ഞ് നിവേദനം കൊടുത്തത്. അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞാൻ ഇതിനെ സംബന്ധിച്ചൊക്കെ അദ്ദേഹത്തോട് പല പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ പോലും അദ്ദേഹം ഈ ഖുർആൻ ശരിയാണ്, അതിലെ മുഴുവനും ശരിയാണ് എന്നുള്ള ഒരു രീതിയിൽ എന്നോട് പറഞ്ഞിട്ടില്ല. മരിച്ചുപോയ ആളെ പറ്റി ഇപ്പം നമ്മൾ പറയുമ്പോൾ അങ്ങനെ പറഞ്ഞിട്ടില്ലാതെ മറ്റവർ പറഞ്ഞാൽ അത് കഴിഞ്ഞല്ലോ. ഏതായാലും എൻ്റെ അനുഭവം അതാണ്. ഞാൻ പോയി പല പ്രാവശ്യം ഓരോ പുസ്തകം ഇറങ്ങുമ്പോഴും ആ പുസ്തകം ഞാൻ വായിക്കും, മാർക്കറ്റിൽ നിന്ന് പരിശോധിക്കും, നോക്കും, മൗലവിയുടെ അടുത്ത് പോവും, ചോദിക്കും. അക്കാലത്തൊന്നും തന്നെ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആദ്യകാലത്ത് 921 വരെ നമ്മളെ നാട്ടിൽ നിലവിലിരുന്ന ഒരാശയം എന്താണെന്ന് പറഞ്ഞാൽ ഖുർആനും സ്വീകരിക്കരുത്, ഹദീസും സ്വീകരിക്കരുത്. അത് അപ്പടി ബഹുമാനപൂർവ്വം നമ്മളെ പെട്ടിയിൽ വെക്കുക, എന്നിട്ട് എടുത്തൊന്ന് ചുംബിച്ച് പിന്നെയും വെക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ രീതി. അന്ന് ഈ ഫിഖ് ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞ് കർമ്മശാസ്ത്രങ്ങൾ എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥങ്ങൾ എന്താണോ പറഞ്ഞത് അതാണ് അന്ന് സ്വീകരിക്കേണ്ടത്. ഹദീസും സ്വീകരിക്കില്ല, ഖുർആനും സ്വീകരിക്കില്ല. ഇമാം ഇബ്നു ഹജർ തുഹഫയിൽ എന്ത് പറഞ്ഞു? വലയനത്തു റബ്ബിനാ ഇദാദ റംലി അലാമൻ റദ്ദ ഖൗല അബി ഹനീഫ. ഇമാം അബൂ ഹനീഫ പറഞ്ഞതിനെതിരായി പറഞ്ഞാൽ അവന് എല്ലാ ശാപവും ഉണ്ടാവട്ടെ എന്നാണ്. ഉത്തരേന്ത്യയിലൊക്കെ അബൂ ഹനീഫയുടെ ആൾക്കാരാണ്. അപ്പോൾ അവിടുന്ന് മാറി ചേകനൂർ പോലെയും കൂട്ടരൊക്കെ ഹദീസ് മോശമാണെന്ന് പറഞ്ഞു. എൻ്റെ വിനീതമായ അഭിപ്രായം ഖുർആനും ഹദീസും തമ്മിലൊരു വ്യത്യാസവുമില്ല. അതൊക്കെ പഴംപുരാണങ്ങളും മിത്തും ആണെന്നുള്ളതാണ്. അത് ഞാൻ യുക്തിവാദി എന്നുള്ള നിലയ്ക്ക് ഞാനിവിടെ പറയേണ്ടതുണ്ട്. എൻ്റെ വിശ്വാസം അതാണ്. പിന്നെ ദൈവവും ശരിയാണെന്ന് പറയുന്നത്, ദൈവത്തെ ശരിയാണെന്നുള്ളത് ഇങ്ങനെ അത് അജ്ഞാതമായ ഒരു ആശയമാണ് ദൈവം എന്ന് പറയുന്നത്. അങ്ങനെ ഒന്നും ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. ഒരാൾ ഒരു വോട്ടർ ദൈവം ദൈവം എന്ന് പറഞ്ഞിങ്ങനെ എന്തോന്നിനെ വിളിക്കൂ. ഹിന്ദുക്കളൊരു ജാതി ദൈവം, മുസ്ലിമീങ്ങളൊരു ജാതി ദൈവം, ക്രിസ്ത്യാനികൾക്ക് വേറൊരു ദൈവം. നിങ്ങൾക്ക് ബിഷപ്പ് വിദ്യാർത്ഥിയോട് പറഞ്ഞിട്ടുണ്ട്. വൈദിക വിദ്യാർത്ഥി ബിഷപ്പിനോട് ചോദിച്ചു, തിരുമേനി എങ്ങനെയാണ് ഈ യേശുക്രിസ്തു വെള്ളിയാഴ്ച മരിച്ചിട്ട് ഞായറാഴ്ച ഉയർത്തെഴുന്നേറ്റത്? ഇതെന്തൊരു കാര്യമാണ്? ഇങ്ങനെ ഉണ്ടോ ഒരു സംഭവം? വെള്ളിയാഴ്ച മരിച്ച മനുഷ്യൻ അന്ന് കുരിശിലടിച്ച് പിന്നെ ഞായറാഴ്ച അയാൾ എണീറ്റ് പോയി എന്ന് പറയുന്നത് ഇതെങ്ങനെ വിശ്വസിക്കുമെന്ന് വെച്ചപ്പം ബിഷപ്പ് തിരുമേനി വിളിച്ചിട്ട് പറയുക, മോനെ, ഏറ്റവും വലിയ അന്ധവിശ്വാസം ദൈവത്തിൽ വിശ്വസിക്കലാണ്. ഇതുണ്ടെങ്കിൽ പിന്നെ എനിക്ക് എന്ത് ചവറും വിശ്വസിക്കാം. അതാണ്. അപ്പോൾ നമ്മളെ പ്രമാണങ്ങളൊക്കെ ആ രീതിയിലാണ്. പ്രമാണങ്ങളൊക്കെ പിന്നുണ്ടായതാണ്. ദൈവവിശ്വാസം കൂടെ ഉണ്ടായാൽ പിന്നെ എന്തും വിശ്വസിക്കാം. അവിടെ പിന്നെ അതിന് അയാൾ അങ്ങനെ വന്ന് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതൊക്കെയാണ്. പിന്നെ സാറിൻ്റെ ചോദ്യം, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഖുർആൻ്റെ അശാസ്ത്രീയതയും കൂടി കാലാന്തരത്തിൽ നമുക്കൊക്കെ പ്രായമായി ഇല്ലേ ഇരിക്കെ ഇല്ല, നിങ്ങൾക്ക് അവസരമില്ല. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് പിന്നെ പറയാം മൈക്ക് വെച്ചിട്ട്. യുവാവാണെങ്കിൽ ഇപ്പം ഇദ്ദേഹത്തെ പോലത്തെ യുവാവൊക്കെ ആണെങ്കിൽ, പ്രസാദനെ പോലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് ഇനിയും അവസരമുണ്ട്, അവർക്ക് ഇനിയും ചിന്തിച്ച് പറയുന്നത്. നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇനി ഈ പക്വതയ്ക്ക് ശേഷം ഈ അപക്വതയ്ക്ക് ശേഷം ഒരു പക്വത വരാനില്ല. അതുകൊണ്ട് നമ്മളിനിയും ചിന്തിച്ച് നോക്കുക. മരിക്കുന്നതിനിടയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായാലും ഒക്കെ. ഹബീബ് റസൂലിൻ്റെതാണ് ഭാര്യാഭർത്താക്കന്മാർ
ശിവകുമാർ ഒരു തലാക്ക് ചൊല്ലി തിരിച്ച് ഇട്ടാൽ അത് ശരിയാ, ഒരു തലാക്ക് ചൊല്ലിയാൽ തലാക്ക് കഴിഞ്ഞ്, ഒരു തലാക്ക് കഴിഞ്ഞാൽ തലാക്ക് കഴിഞ്ഞ്, പിന്നെ എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ എടുക്കണം എന്നുള്ള ഒരു പ്രശ്നം വരുന്നേ ഇല്ല. തലാക്ക് എന്ന് പറഞ്ഞാൽ ഒന്നാണ്, ഒരു തലാക്ക് ഇല്ല, തലാക്കായി. പിന്നെ യുദ്ധകാലം കഴിഞ്ഞാൽ പിന്നെ മടക്കിയെടുക്കണമെങ്കിൽ നിക്കാഹ് ചെയ്യണം. യുദ്ധകാലത്തായാലും മടക്കിയെടുത്തു എന്നുള്ള പ്രസ്താവന നടത്തിയാൽ മതി. തലാക്ക് തലാക്ക് ചൊല്ലിയത് തന്നെ. സലാസുൻ ജിദ്ദുഹുന്ന ജിദ്ദുൻ ഹസിലുഹുന്ന ഹസിലെന്ന് പറഞ്ഞിട്ട് 3 കാര്യം പറയുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് തലാക്ക്. തമാശ പറഞ്ഞാലും കാര്യം പറഞ്ഞാലും കാര്യമായി പോവും. ഒരു തലാക്ക് പറഞ്ഞാൽ തന്നെ ആയി. നാടകത്തിൽ അഭിനയിക്കുന്ന സ്ത്രീക്ക് പോലും തലാക്ക് പറഞ്ഞിട്ട് തലാക്കായി പോയിട്ടുണ്ട് പാകിസ്ഥാനിൽ. വീട്ടിലേക്ക് പിന്നെ കയറാൻ കഴിഞ്ഞില്ല, പോലീസ് കാവൽ ഏർപ്പെടുത്തിപ്പോയി. ഷട്ട് ദ ഡോർ എന്ന് സൗദിയിൽ നിന്നൊരു പെണ്ണുങ്ങൾ ഭർത്താവും കൂടിയും പുറത്ത് പോയി വരുമ്പോൾ ഈ അമ്മ കുട്ടിനെ എടുത്ത് മുമ്പിലങ്ങ് ഇറങ്ങി കാറിൻ്റെ കാറിന്ന്. അപ്പോൾ അവളോട് ഡോറടക്കാൻ പറഞ്ഞു. ഷട്ട് ദ ഡോർ പറഞ്ഞിട്ട് അടച്ചില്ല. അഖലിഖിൽ ബാബ് എന്ന് പറഞ്ഞിട്ട് അടച്ചില്ല. അതിലടക്കുമെന്ന് പറഞ്ഞിട്ട് അവളങ്ങ് പോയി. നിങ്ങളങ്ങ് അടച്ചേക്കുന്നുണ്ട്, നിങ്ങൾ പിന്നല്ലേ വരുന്നത്. അപ്പം പറഞ്ഞു, നീ എനിക്ക് ഹറാമായിരിക്കുന്നു, ഒറ്റ വാക്ക്. തൽക്കാലത്തെ ദേഷ്യത്തിന് പറഞ്ഞതാണ്. വൈകുന്നേരത്തിന് പിന്നെ അതിൻ്റെ നിയമ നടപടികൾ വന്ന് അങ്ങനെ അവൾ അവിടെ താമസിക്കാൻ അത് പാടില്ല, അവൾ വീട്ടിൽ നിന്ന് പോകണം. അതിപ്പോൾ ഈ അടുത്ത് കഴിഞ്ഞ വർഷം ഞാൻ പത്രത്തിൽ വായിച്ചേ. അപ്പോൾ തലാക്ക് എന്ന് പറഞ്ഞാൽ തമാശ പറഞ്ഞാലും കാര്യം പറഞ്ഞാലും നമ്മൾ പറയുന്നത് അതൊന്നും പോരാ, അതിനൊരു നിയമം ഉണ്ടാവണം, അതൊരു അധികാര സ്ഥാപനം മുഖേന ആയിരിക്കണം, അതിനൊരു കാരണങ്ങൾ ഉണ്ടാവണം, എന്തുകൊണ്ടാണ് ഇതൊക്കെ വരുന്നതെന്ന് ആലോചിക്കണം. അതുകൊണ്ട് അങ്ങനെ വേണമെന്നാണ് പറയുന്നത്. പിന്നെ ഹിന്ദു നിയമം ശരിയാണ് എന്നല്ല നമ്മൾ പറഞ്ഞത്, അത് പ്രസാദിൻ്റെ സംശയമാണ്. ഹിന്ദു നിയമം 1956 പാർലമെന്റിൽ പാസ്സാക്കുന്ന അവസരത്തിൽ ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ പിന്നെ ഇതെല്ലാവർക്കും കൂടി ആയിക്കൂടെ. അപ്പോൾ അന്നത്തെ സാഹിബന്മാർ 2 ആൾക്കാർ എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, നമുക്ക് ശരീഅത്താണ്, അതുകൊണ്ടത് പാടില്ല. അപ്പോൾ അവരെ പ്രകോപിപ്പിക്കേണ്ട എന്നുള്ള ഒരു സെക്കുലർ ചിന്താഗതി കൊണ്ട്, ഓവർ സെക്കുലറാണ് ചിന്താഗതി, ആവശ്യമില്ലാത്ത സെക്കുലർ ചിന്താഗതിയാണ്. ആ അല്ലെ 2 ആളല്ലേ, എവിടെ നിന്നാണ് 500 ആളുള്ള പാർലമെന്റിൽ 2 ആൾക്ക് എന്താ എത്ര വോട്ടാണ് ഉണ്ടാകുക? അപ്പം അവർ ഒരു നല്ല നിശ്ചയദാർഢ്യത്തോടു കൂടി ഒരു തീരുമാനം എടുക്കാത്തത് കൊണ്ടാണ് അത് ഹിന്ദു നിയമമായത്. ഹിന്ദുക്കൾക്കുള്ള നിയമം എന്നുള്ള പേര് കൊടുക്കാൻ കാരണം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇതിനെ എതിർത്തുകൊണ്ടാണ്. അതൊരു പൊതു നിയമമാക്കാൻ അന്നേ ശ്രമിച്ചിരുന്നു. ഇപ്പം മുസ്ലിങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമവും ഹിന്ദു വിവാഹ നിയമവും നമുക്ക് ബാധകമാക്കുന്നു. കാരണം ഇതിൻ്റെ തലക്കെട്ടിൽ ഹിന്ദു എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് ഏതെങ്കിലും മനുവിൻ്റെ കൃതിയിൽ നിന്ന് എടുത്തതൊന്നല്ല, പാർലമെൻറ്റിൽ ജനപ്രതിനിധികളും നിയമജ്ഞന്മാരും ഇരുന്ന് പാസ്സാക്കിയ നിയമമാണ്. ആ നിയമം ഇപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ അതിൻ്റെ തലക്കെട്ട് ഹിന്ദു എന്നാണ്. ആ നിയമം മുസ്ലിമേക്കും ബാധകമാക്കാൻ പോകുന്നത് നമുക്ക് പാടില്ല. അപ്പം ക്രിമിനൽ നിയമം കൊണ്ട് ഇത് പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് വേറെ നിങ്ങളുടെ അഭിപ്രായം. ക്രിമിനൽ നിയമം ഈ സിവിൽ നിയമം കൊണ്ട് പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. ഒരു ഹിന്ദു വിവാഹം കഴിച്ചാൽ ഇന്ത്യൻ ശിക്ഷാ നിയമം 494 വകുപ്പ് പ്രകാരം 2ാം വിവാഹം കഴിക്കുന്ന ഹിന്ദുവിന് 6 വർഷം തടവാണ്. അത് ഇവിടുത്തെ ക്രിമിനൽ നിയമമാണ്. മുസ്ലിം ആണെങ്കിൽ അവന് വീണ്ടും ഒരു കല്യാണം കഴിച്ചാൽ പിന്നെ 2ാമതും കഴിക്കുക. പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ പറയും ഇനി 2 കൂടിയും കഴിയില്ലാന്ന് ഇരിക്കുക, ഇനി 2 കൂടി ഉണ്ട് പറയും. അപ്പോൾ ക്രിമിനൽ നിയമം ഈ നിയമം കൊണ്ട് പാളിപ്പോയിരിക്കുന്നു. സിവിൽ നിയമം കൊണ്ട് ക്രിമിനൽ നിയമം അസാധ്യമായിരിക്കുന്നു. ക്രിമിനൽ നിയമത്തിൽ സിവിൽ നിയമം മറുവശത്തിലൂടെ ഇടപെടുന്നുണ്ട്. പിന്നെ ഷിഹാബ് ആരെ ഷിഹാബ് ശരി, അത് ശരിയാ. യുദ്ധത്തിൽ കുറേ ആൾക്കാർ മരിച്ച പ്രശ്നങ്ങളാവും, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ അത് അപ്പോൾ മരിക്കുന്ന ഒരു സാഹചര്യവും പ്രത്യേക കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അതിന് കോടതിയും നിയമസഭയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതത് അവസരങ്ങളിൽ പല തീരുമാനങ്ങളും അപ്പോൾ എടുക്കാം. അതുകൊണ്ട് എപ്പോഴെങ്കിലും മഴ പെയ്യുന്നതിന് ഇപ്പോഴേ കുട പിടിക്കണ്ട. അല്ല, അങ്ങനെ ഒരു നിയമം വരട്ടെ, അപ്പം നോക്കാം, ഇരിക്കട്ടെ. അപ്പോൾ പിന്നെ നീതി അല്ല, ഇനി വേറെ ഒന്ന് അല്ല സുഹൃത്തെ നിങ്ങൾ പറയുമ്പോൾ ഞാനിവിടെ ഇരുന്ന് കേട്ടതാ. നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ കേട്ടതാ. അല്ല, നിങ്ങൾ പറയുമ്പോൾ ഞാനിവിടെ ഇരുന്ന് കേട്ടതാണ്. അതുപോലെ നിങ്ങളിവിടെ ക്ഷമാപൂർവ്വം ഇരിക്കുക, നിങ്ങൾ ക്ഷമാപൂർവ്വം ഇരിക്കുക. ഇത്
ആ ഹലോ, അപ്പോൾ ഒരു കാര്യം ചെയ്യാം. പിന്നെ അദ്ദേഹം പറഞ്ഞ നീതിയുടെ പ്രശ്നമാണ്. നീതിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നീതിപൂർവം ഉണ്ടെങ്കിൽ മാത്രമേ നടക്കാൻ പറ്റൂ. നീതി നടപ്പിലാക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ പ്രസംഗത്തിൽ പറയണ്ടായി, എൻ്റെ സ്കൂളിൻ്റെ സ്റ്റാഫ് റൂമിൽ വെച്ച് ഒരാൾ ചോദിക്കുകയുണ്ടായി. സ്കൂളിൻ്റെ സ്റ്റാഫ് റൂമിൽ നിന്ന് ഒരാൾ പറഞ്ഞ്, നിങ്ങൾ അല്ലേ അവിടെ ഇരുന്ന് കേൾക്കുമോ സുഹൃത്തെ? വെപ്രാളം പറ്റില്ല. അവിടെ ഇരുന്ന് കേൾക്കുമോ സുഹൃത്തെ? നമ്മളിതിനൊക്കെ തയ്യാറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നീതി പാലിക്കാൻ കഴിയുമെങ്കിൽ എന്ന് ഖുർആനിലുണ്ട് എന്നുള്ളത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പക്ഷേ ആ നീതി പാലിക്കണം. എന്തൊക്കെയാണ് നീതി, എന്തൊക്കെയാണ് അനീതി എന്ന് നിയമത്തിൽ രേഖപ്പെടുത്തണം എന്നാണ് നമ്മൾ പറഞ്ഞത്. ആ നീതി പാലിക്കണമെങ്കിൽ എന്താണ് നീതി, എന്താണ് അനീതി? ഏതെങ്കിലും ഒരു സ്ത്രീയെ കാണുമ്പോൾ കല്യാണം കഴിച്ച് അതിൻ്റെ പിന്നാലെ പോകുന്നത് നീതിയാവോ? അല്ലേ? അതാണ് നമ്മളെ ചോദ്യം. അപ്പം നീതി പാലിക്കണമെന്ന് ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞാൽ പോരാ. ഖുർആനിൽ നീതി പാലിക്കണമെന്നുണ്ടെങ്കിൽ നിയമപുസ്തകത്തിൽ ആ നീതി രേഖപ്പെടുത്തുന്നതിന് നിങ്ങളെന്തിനും ഒപ്പുമായി രാഷ്ട്രപതിയെ സമീപിക്കണം. നിയമപുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ നീതി രേഖപ്പെടുത്തിയാൽ നിങ്ങൾക്കും നമ്മൾക്കും ഖുർആനും നല്ലതല്ലേ? ഖുർആനിലുള്ള നീതി രേഖപ്പെടുത്തണമെന്ന് നമ്മൾ പറയുമ്പോൾ ഖുർആനിലുള്ള നീതിക്കെതിരാണ്. നീതി ഖുർആനിലുണ്ട്, ആ നീതിക്കെതിരാണ് ഈ നിയമം എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ സമീപിക്കുന്നത്. അതിനെയാണ് ഞങ്ങൾ ഖണ്ഡിക്കുന്നത്. പിന്നെ ദുരുപയോഗം ചെയ്യുന്നത് തടയണം. അതിനും കൂടി തന്നെയാണ് ഈ നിയമനിർമ്മാണം. നിയമമുണ്ടെങ്കിലേ തടയാൻ കഴിയുള്ളൂ. നിയമമുണ്ടെങ്കിലേ കേസെടുക്കാൻ പറ്റുള്ളൂ. ഹിന്ദു സ്ത്രീ ചെന്ന് പരാതിപ്പെട്ടാൽ തടവ് ശിക്ഷ, മുസ്ലിം സ്ത്രീ ചെന്ന് പരാതിപ്പെട്ടാൽ 2, 3, 4 കെട്ടാൻ ആക്കി എന്ന് പറയും. അപ്പം അവിടെ ദുരുപയോഗം വരാതിരിക്കണമെങ്കിൽ ഇതിന് ഈ നീതി വരണമെങ്കിൽ അതിന് നിയമമുണ്ടാവണം. പിന്നെ ചർച്ച വേണം. ചർച്ചയും നല്ലത് തന്നെ. നമ്മളെ ചർച്ചയൊക്കെ നല്ലത് തന്നെയാണ്. എത്രയോ കാലമായി നമ്മളും ഇതൊക്കെ ചർച്ച ചെയ്യുന്നു. യുക്തിവാദി സംഘം തന്നെ ഇത് എത്രയോ കാലമായി ചർച്ച. പാർലമെൻറ്റിൽ ഈ 44-ാം വകുപ്പ് പാസ്സാക്കുമ്പോഴും വലിയ ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട്. ഇനിയും ചർച്ചകൾ നടക്കും. അതൊക്കെ അതിനനുസരിച്ച് നമുക്കുടെ നീതിപൂർവ്വം ന്യായവുമായ എല്ലാ കാര്യങ്ങളെയും അംഗീകരിക്കാം. ആ രീതിയിലൊക്കെ നിങ്ങളും ചിന്തിക്കണം എന്ന് അഭിപ്രായപ്പെടുന്നു ഞാൻ. പിന്നെ പ്രിൻസ് പറഞ്ഞത്, പ്രിൻസ് അല്ലേ, മുത്തലാഖ് നബി അംഗീകരിച്ചു. അത് ഈ ഹദീസിൻ്റെ ഒരു കുഴപ്പമാണ്. നമ്മളെ ഹബീബ് റസൂൽ പോയോ? ആ ഹബീബ് റസൂൽ പറഞ്ഞല്ലോ ഹദീസിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്, അതുകൊണ്ട് ഹദീസിനെ അദ്ദേഹം സ്വീകരിക്കുന്നില്ല. അങ്ങനെയുള്ള ഹദീസിലെ കുഴപ്പമാണ്. ഒരു സ്ഥലത്ത് പറഞ്ഞു ഒരാൾ മുത്തലാഖ് ചൊല്ലിയപ്പോൾ നബി അത് അംഗീകരിച്ചു എന്ന്. ഒരു സ്ഥലത്ത് പറഞ്ഞു നബിയുടെ കാലത്ത് മുത്തലാഖ് ഉണ്ടായിരുന്നില്ല എന്ന്. മുത്തലാഖ് എന്ന് പറഞ്ഞാൽ 3 തലാഖും ചെല്ലേണ്ടതിന് ഒറ്റ തലാഖാക്കിയിട്ട് 3 അടിച്ചു വിടുക. അതാണ്. പിന്നെ ഈ തലാഖിൻ്റെ വിഷയത്തിൽ വേറൊരു ചില അഭിപ്രായമുണ്ട്. ഒരേ അവസരത്തിൽ ചെല്ലാതെ ഈ യുദ്ധകാലം നോക്കി തലാഖ് ചെല്ലുക, അങ്ങനെ 3 ആക്കലുണ്ട്. ഒരു സ്ത്രീയെ തലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ യുദ്ധകാലം നോക്കുക. യുദ്ധകാലം എന്ന് പറഞ്ഞാൽ അവളുടെ മെൻസുറൽ പീരീഡ്, ആ പീരീഡ് നോക്കിയിട്ട് ഒരു തലാഖും കൂടി ചെല്ലുക. ഇത് സാധാരണയിൽ നമ്മൾ തീരുമ്പോൾ ചെല്ലുക, അങ്ങനെ 3 തലാഖ് ആക്കലുണ്ട്. അതെങ്ങനെയാന്ന് പറഞ്ഞാൽ, ഈ പൂച്ചക്കുണ്ട് ചില എലികളെ കിട്ടിയാൽ ഒരു കടി കടിക്കും, എന്നിട്ട് നോക്കി നിൽക്കുക. എലി മെല്ലെ ഉള്ള ആരോഗ്യത്തിന് മുന്നോട്ട് നീങ്ങുമ്പോൾ ഒരു കടിയും കൂടിയും കടിക്കും, പിന്നെ കുറച്ചും കൂടി ഇതായാൽ അവസാനത്തെ കടി കടിക്കും. അതുപോലുള്ള 3 തലാഖാണ്. അതിനൊന്നും യാതൊരു വിലയും നിലയില്ല. കുറേ ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഖുർആനിലും ഹദീസിലൊന്നും അതുമില്ല അതിന് പ്രമാണം. അത് വെറുതെ പറയുകയാണ്. അങ്ങനെ ചില ആളുകൾ, ജമാഅത്തെ ഇസ്ലാം വിട്ട ആളുകൾ അങ്ങനെ ചില ബുക്ക് എഴുതിയിട്ട് ചില ആശ്വാസം ഉണ്ടാക്കുന്നുണ്ട്. 2 ഭാഗത്തുമായി ഒറ്റയടിക്ക് ചെല്ലുന്നുമില്ല. 3 ചെല്ലൽ നടന്ന് നമ്മളെ കാര്യം ജയിച്ചു. ഒറ്റയടിക്ക് ചെല്ലാന്നുള്ള കുഴപ്പമില്ല. 3 മെൻസുറൽ പീരീഡ് നോക്കിയാൽ പിന്നെ ഒറ്റയടിക്ക് നടക്കും ചെയ്ത്. അപ്പോൾ ഈ 2 കൂടത്തിൽ പക്ഷിയുടെ കൂടെയും മൃഗത്തിൻ്റെ കൂടെയും 2ൻ്റെ കൂടെയും നിൽക്കാനുള്ള ജമാഅത്തെ ഇസ്ലാമിൻ്റെ തന്ത്രമാണ്. അങ്ങനെ ഒരു ചില ബുക്കൊക്കെ ഇവർ ഇറക്കിയിട്ട് ഞാനും വായിച്ചിട്ടുണ്ട്. പിന്നെ BJP-യുടേത് ആണോ എന്ന് പറയുന്നത്, BJP ഇക്കാര്യത്തിൽ കുഴപ്പമൊന്നും കാണിച്ചത് ഞാൻ അറിയില്ല. BJP-ൻ്റെ 17 ചോദ്യാവലി ജയകുമാർ കൊല്ലത്ത് വായിച്ച് കേൾപ്പിച്ചിരുന്നു. ആ 17 ഞാൻ വായിച്ചു നോക്കിയിട്ട് അതിലൊന്നും തന്നെ
എന്തെങ്കിലും ഹിന്ദുക്കളുടെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അല്ലെ ഇതേ ചോദിക്കുന്നുള്ളൂ, മുത്തലാഖ് നിയമാനുസൃതമാണോ, പിന്നെ ഒന്നിലധികം ഭാര്യമാരെ വച്ചിരിക്കുന്നതിൻ്റെ നില എന്താണ്, പിന്നെ പിന്തുടർച്ച അവകാശത്തിൽ തുല്യത വേണോ, ഇങ്ങനെ 17 ചോദ്യമാണ്. ഈ 17 ഒരു ഹിന്ദുവിൻ്റെതായ ഒരു കാര്യം അതിൽ കണ്ടിട്ടില്ല. അങ്ങനെ ഹിന്ദുവിൻ്റെതായ പിന്നെ BJP ആളല്ലേ മുസ്ലിങ്ങൾക്കെതിരെ ടാർഗറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്നലെ വന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ട്. ഇന്നലെ വന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഉത്തർപ്രദേശിലെ 80% മുസ്ലിമീങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് അവിടെ BJP ജയിച്ചത്. കാരണം എല്ലാവർക്കും അറിയാം ഇവർ ഇപ്പറഞ്ഞത് ശരിയാണെന്ന് മുസ്ലിം സ്ത്രീൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. മോശം ഇവർ ആണെങ്കിലും കൂടി ഇവർ ഇപ്പറഞ്ഞത് ശരിയാണെന്ന് മുസ്ലിം സ്ത്രീൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് പോയിട്ട് കുത്തി, അതിനെന്നെ കുത്തി. അങ്ങനെയാണ് ഉണ്ടായത്. താമരക്ക് കുത്തിയിട്ടാണ് അവർ ജയിച്ചത്. 54 നമുക്ക് ഇതിൻ്റെ ഓർമ്മയിലുണ്ട്. 54 ഈ പിന്നെ ഷാബാനു കേസ് വന്നപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ പേരിൽ ബഹുമാനപ്പെട്ട EMS നമ്പൂതിരിപ്പാട് ഒരു സ്ഥാപനം ഉറപ്പടിച്ച് പിന്നെ ഇങ്ങനെ 2-3 കെട്ടി നടക്കുന്നതും പെണ്ണിന് ചെലവ് കൊടുക്കാതിരിക്കുന്നതും ഒക്കെ മോശമായ ഇടപാടാണെന്ന് പറഞ്ഞ് നമ്പൂതിരിപ്പാട് പ്രസംഗിച്ചു. അത് കഴിഞ്ഞിട്ട് ഭയങ്കര വിമർശനങ്ങൾ മറുവശത്ത് നിന്ന് മതത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഞങ്ങളൊക്കെ അന്ന് ഒരുപാട് നടന്ന് സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പോഴും 87 തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നായനാറാണ് അധികാരത്തിൽ വന്നത്. കാരണം അദ്ദേഹം തൃക്കരിപ്പൂരിൽ നിന്നാണ് ജയിച്ചത്. ഇപ്പം ഭീകരവാദിയാവാൻ വേണ്ടി പോയില്ലേ തൃക്കരിപ്പൂരിൽ ഒരുത്തൻ, അഫ്ഗാനിസ്ഥാനിനെ ഡ്രോ വിമാനം വന്ന് കൊന്നു എന്ന് പറഞ്ഞ തൃക്കരിപ്പൂർ. ആ തൃക്കരിപ്പൂരിലെ പടന്ന അതാണ് തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിലെ പടന്ന. അങ്ങനെയാണെങ്കിൽ ജയിക്കില്ലല്ലോ. പടന്ന മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. ഞാനവിടെ പള്ളിയിൽ കിതാബ് ഓതിയതാണ് 3 കൊല്ലം. ആ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം എന്ന് പറഞ്ഞാൽ എന്ത് ജാതി മുസ്ലിം ഭൂരിപക്ഷം, ആ 100% മുസ്ലിമീങ്ങൾ. എന്നിട്ട് വെള്ളിയാഴ്ച എന്തെങ്കിലും ഞാൻ പഠിച്ചിരുന്ന പള്ളിയിൽ ജുമായില്ല, വെള്ളിയാഴ്ച ഉച്ചക്കുള്ള പ്രാർത്ഥന ഇല്ല. അപ്പം ഞാൻ പ്രാർത്ഥനയ്ക്ക് പോവാതെ എൻ്റെ ആരോഗ്യപരമായൊരു കാരണം കൊണ്ട് കൈക്ക് ഇവിടെ ഇങ്ങനെ ചൊറി ഉണ്ടായിട്ട് പള്ളിയിൽ പോയി വെള്ളം ഇത് നനക്കാൻ പറ്റൂല എന്നുള്ള എനിക്ക് ഉച്ചക്ക് പോയില്ല പള്ളിയിൽ. അങ്ങനെ ജനലിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ അന്ന് ആദ്യമായാണ് അവിടുത്തെ സ്ത്രീകളെ ഞാൻ കണ്ടത് 3 വർഷം നിന്നിട്ട്. അത് ആ സ്ത്രീ അടുത്ത വീട്ടിലേക്കും അവിടെ നിന്ന് ഇങ്ങോട്ടും ഒക്കെ അങ്ങനെ പെണ്ണുങ്ങൾ ഓടുകയാണ്. ഞാനന്ന് കുട്ടിയാണ്, 11-12 വയസ്സേ ഉള്ളൂ. അപ്പം സ്ത്രീകളൊന്ന് പുറത്തിറങ്ങാനൊരു വെള്ളിയാഴ്ച ആയി കിട്ടണം എന്നുള്ള രീതിയിൽ അത്രമാത്രം പർദ്ദ ആചരിക്കുന്ന പ്രദേശമാണ് പടന്ന. അവിടുന്ന് ഈ നായനാർക്ക് ഭൂരിപക്ഷമായിരുന്നു. അപ്പം ഇതൊന്നും പറഞ്ഞ് വിചാരിച്ച് തള്ളിക്കളയില്ല. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കാനുള്ള അവകാശം ഉണ്ടാവും. പിന്നെ രാഷ്ട്രീയ താല്പര്യമുള്ളവർ അവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ അവരെ കഞ്ഞൂടി മുട്ടൂരേ, പിന്നെ നിലനിൽപ്പുണ്ടോ. ആ രീതിയിൽ അവരതിനെ സംബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പറയാമെന്നല്ലാതെ അറിയുന്നവർക്ക് അറിയാം, ചിന്തിക്കുന്നവർക്ക് അറിയാം നമ്മൾ ഈ ഇതാണ് വിവാഹമോചിതയായ സ്ത്രീക്ക് ചെലവിന് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എത്ര സ്ത്രീകൾ ഇത് വാങ്ങാണ്ട് നിന്നിട്ടുണ്ട്. ശരിയത്തെ പറഞ്ഞത് ചെലവിന് വാങ്ങാൻ പാടണ്ടോ ഇല്ല എന്ന് പെണ്ണ് നോക്കിയിട്ടില്ലല്ലോ. എന്തിനാ പറയുന്നത്? ഭൂപരിഷ്കരണ നിയമം വന്നപ്പോൾ 10 സെന്റ് വാങ്ങിയിട്ട് അതിൽ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവില്ല എന്നാണ് പറഞ്ഞത്. എന്നിട്ട് എല്ലാ പള്ളിയിൽ നിന്ന് ഇറങ്ങാണ്ട് 5 നേരം നിസ്കരിക്കുന്ന മങ്കൽബുഹു യഹുവൽ മസാജിദ ദായിമൻ തഅല്ലുഖുഹു ഫിഹാ ബിഗൈരി സവാലി. ഒരു നിവൃത്തിയില്ലാതെ എല്ലാ സമയവും പള്ളിയിലേക്ക് ഇങ്ങനെ താരട്ട് പോകുന്ന ആളുകളില്ലേ. എല്ലാ സമയവും രാവിലെ നിസ്കാരം കഴിഞ്ഞ് പിന്നെ ഉടനെ ഉച്ചയാവുന്നൊന്ന് നോക്കിയിരുന്ന്, പിന്നെ അസറാവുന്നൊന്ന് നോക്കി, 4 മണിയാവുന്നൊന്ന് നോക്കി, 6 മണിയാവുന്നൊന്ന് നോക്കി, 8 മണിയാവുന്നൊന്ന് നോക്കി, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ വന്നിട്ട് ഹർജി കൊടുത്തിട്ടുണ്ട്. ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് പട്ടയത്തിന് വേണ്ടിയുള്ള അപേക്ഷ. അപ്പോൾ അതെന്താ മറ്റവരൊന്നും എഴുതി കൊടുക്കൂല, നമ്മൾ എഴുതി കൊടുക്കണം. അപ്പോൾ അവർക്ക് അവരുടെ പ്രശ്നം വരുമ്പോൾ ഇവരൊക്കെ ഈ ഇതിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെയ്യും. അങ്ങനെയാണ്. അപ്പം BJP കൊണ്ടുവന്നു വിചാരിച്ച് നമ്മൾ ഇക്കാര്യത്തിൽ ഉത്കണ്ഠപ്പെടേണ്ട. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത് ആലോചിക്കാം, വിമർശിക്കാം. സ്വാഗതം. ഇതൊക്കെയാണ് ഇതിലെ സ്ഥിതി. പിന്നെ ഈ ചർച്ചകളൊക്കെ ഇങ്ങനെ വളരെ സമ്പുഷ്ടമാക്കിയ എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ എന്നെ ഈ പരിപാടി കോഴിക്കോട്ട് നിന്ന് ഇവിടം വരെ എന്നെ കൊണ്ടുവന്ന് ഈ പരിപാടി സംഘടിപ്പിച്ച സുധീഷും അതുപോലെ യുക്തിവാദി പ്രവർത്തകരും എല്ലാ ആളുകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ബാനശ്രീ ഈ പരിപാടി എടുക്കാനായിട്ട് എറണാകുളത്ത് നിന്ന് വന്നാണ്. പ്രത്യേകിച്ച് ബാനശ്രീക്കും എല്ലാ ആളുകൾക്കും, അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ടുള്ള ഇസ്ഹാഖുണ്ട്, പിന്നെ സുമനൻ സാറുണ്ട്, എല്ലാവർക്കും ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.